കർത്താവ് സ്വർഗസ്ഥപിതാവേ, പിന്നെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പിന്നെ ഞങ്ങളോട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിലെ അത്ഭുതങ്ങൾ കണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഞങ്ങൾ നിനക്ക് കരയേറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയുണ്ടായി. ബൈബിൾ സർവേയിൽ ഉൽപ്പത്തി പുസ്തകമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായങ്ങളുണ്ട്. 2 ഭാഗങ്ങളായിട്ട് പുസ്തകത്തെ തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ 11 അധ്യായങ്ങൾ 2000 വർഷത്തെ മാനവ ചരിത്രം പറയുമ്പോൾ 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ 350 വർഷത്തെ 4 വ്യക്തികളുടെ ജീവചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തെ തിരിക്കുമ്പോൾ ചരിത്രമെന്നും ജീവചരിത്രമെന്നും തിരിക്കാം എന്ന് നാം നേരത്തെ പറഞ്ഞത് ഓർക്കുക. അതുപോലെ തന്നെ 4 സംഭവങ്ങൾ ആദ്യത്തെ 11 അധ്യായങ്ങളിലുണ്ട് എന്ന് നാം പഠിച്ചല്ലോ. സൃഷ്ടി, വീഴ്ച, പ്രളയം, ബാബേൽ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൃഷ്ടിയെക്കുറിച്ചും അതുപോലെ തന്നെ വീഴ്ചയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും നമ്മൾ പരിശോധിക്കുകയുണ്ടായി. ബാബേലിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് 12-ാം അധ്യായം മുതൽ 50 വരെയുള്ള അധ്യായങ്ങളും പഠിക്കേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ ചിലത് ഒന്നുകൂടി ഓർത്തിട്ട് ബാബേലിലേക്ക് വരുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിച്ചത് ആദ്യത്തെ 2 അധ്യായത്തിലാണ്. വീഴ്ചയെക്കുറിച്ച് പഠിച്ചത് 3, 4 അധ്യായത്തിലാണ്. 5 മുതൽ 9 വരെയുള്ള അധ്യായത്തിലാണ് പ്രളയം കണ്ടത്. 10ഉം 11ഉം അധ്യായത്തിലാണ് ബാബേലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 12-ാം അധ്യായം വരുമ്പോഴേക്കും 2ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരം ആയിരുന്നെങ്കിലും എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 3 പദങ്ങൾ പറഞ്ഞു തന്നാൽ പെട്ടെന്ന് ഹിസ്റ്ററി ഓഫ് മാൻ, മനുഷ്യൻ്റെ മുഴുവൻ ചരിത്രം നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ദൈവം മനുഷ്യനെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, എന്നാൽ അവൻ വിരൂപനായിപ്പോയി. ദൈവം ഇപ്പോൾ അവനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്ന 3 വാക്കുകൾ: സ്വരൂപം, വിരൂപം, രൂപാന്തരം. ഫോംഡ്, ഡീഫോംഡ്, ട്രാൻസ്ഫോംഡ് എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. ഗോഡ് ഫോംഡ് മാൻ ഔട്ട് ഓഫ് ദ ഡസ്റ്റ് ഓഫ് ദി എർത്ത്. ഈ ഭൂമിയിലെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ എന്ത് ചെയ്തു? ഫോം ചെയ്തു, രൂപപ്പെടുത്തി. അതുകൊണ്ടാണ് അവനെ സ്വരൂപത്തിലുണ്ടാക്കിയെന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഫോംഡായ മനുഷ്യന് എന്ത് സംഭവിച്ചു? അവൻ ഡീഫോംഡായിപ്പോയി, അവൻ വിരൂപനായിപ്പോയി. ആ ഫോം നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോൾ നമ്മൾ ചില അത്ലറ്റുകളെക്കുറിച്ച് ഫോമിലല്ലെന്ന് പറയാറില്ലേ, അല്ലെങ്കിൽ ഞാൻ പഴയ ഫോമിലല്ല എന്ന് ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഒരു ഫോമിലായിരുന്ന ആൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു രൂപത്തിലേക്ക് മാറിപ്പോയി. ഇത് തന്നെയാണ് മനുഷ്യർക്ക് സംഭവിച്ചത്. മനുഷ്യനെ ദൈവം ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചെങ്കിലും അവൻ കുറേ കഴിഞ്ഞപ്പോൾ വിരൂപനായിപ്പോയി. എന്നാൽ ദൈവം അവനെ കൈവിട്ട് കളയുന്നില്ല. വിരൂപനായിപ്പോയ മനുഷ്യനെ സ്വരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തി മടക്കിക്കൊണ്ടിരുന്നൊരു പ്രക്രിയയിലാണ് ദൈവം ഏർപ്പെട്ടിരിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ 3 വാക്കുകൾ പറഞ്ഞത്: ഫോംഡ്, ഡീഫോംഡ്, ട്രാൻസ്ഫോംഡ്. സ്വരൂപം, വിരൂപം, രൂപാന്തരം. അപ്പോൾ ഈ രൂപാന്തരം ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മളിൽ കൊണ്ടുവരുന്നത്, ദൈവത്തിൻ്റെ പരിപാടി എന്താണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിൽ എന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ മുമ്പോട്ട് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി. മനുഷ്യൻ്റെ ദേഹി പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിൽ നിന്ന് മാറി പിശാചിൻ്റെ സ്വാധീന വലയത്തിൽ വന്നു. ശരീരം രോഗാതുരമായി മരണത്തിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, അല്ലേ? സ്പിരിറ്റ് സെപ്പറേറ്റഡ് ഫ്രം ഗോഡ്, സോൾ ഡെഡ് ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബിക്കെയിം ദ സ്ലേവ് ഓഫ് അനദർ മാസ്റ്റർ, ദ ഡെവിൾ ആൻഡ് സിൻ, ആൻഡ് ദ ബോഡി സ്റ്റാർട്ടഡ് ഡീക്കേയിങ് ആൻഡ് ഫൈനലി ഡെത്ത് ഒക്കേഡ്, ഫിസിക്കൽ ഡെത്ത് ഒക്കേഡ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യത്യാസം, മടങ്ങിവരവ്, ഒരു രൂപാന്തരം കൊണ്ടുവരുവാനായിട്ടാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യമാണ് നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത്. അതിൽ ആദ്യ കാലത്തെ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആദ്യം ദൈവം പ്രവർത്തിച്ചത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തി കാണിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഴ്ചയ്ക്ക് ശേഷം ഫ്ലഡിലേക്ക് പോയ സമയത്ത് ചില ആളുകളെക്കുറിച്ചൊക്കെ പരാമർശിക്കുവാനായിട്ട് ഇടയായത്. ഐ ഹോപ്പ് യു റിമെമ്പർ അബൌട്ട് ഹാനോക്കിനെ കുറിച്ച് പഠിച്ചത്, ഹാബേലിനെ കുറിച്ച് പഠിച്ചത് ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ദൈവം ആ രൂപാന്തരത്തിൻ്റെ പ്രക്രിയ,
എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തോടു കൂടി നടക്കേണ്ടത്, എങ്ങനെയാണ് ദൈവം ന്യായവിധി അയച്ചാലും അതിൽ കൂടി കൃപ പ്രാപിച്ച് പുറത്തു വരേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാനായിട്ട് ഒരു ഹാബേലിനെ, ഒരു ഹാനോക്കിനെ, ഒരു നോഹയെ ഒക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരച്ച് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ആളുകളിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ഈ രൂപാന്തരപ്പെടുത്തുന്ന പ്രക്രിയ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണേണ്ടിയിരുന്നത്. അതുകൊണ്ട് മനുഷ്യൻ വീണുപോയെന്നുള്ളത് ശരിയാണ്. വീണുപോയ മനുഷ്യൻ മരണത്തിന് വിധേയപ്പെടുന്നതാണ് 5-ാം അധ്യായത്തിലെ വിഷയം. 5-ാം അധ്യായം നമുക്ക് ചില വാക്യങ്ങൾ നോക്കുന്നത് നല്ലതായിരിക്കും. 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, പിന്നെ അവൻ മരിച്ചു. ഇനി 8, 11, 14, 17, 20, 27, 31 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് പിന്നെ അവൻ മരിച്ചു, 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 ഇങ്ങനെ 7-8 പ്രാവശ്യം. then he died. അപ്പം ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. അന്ന് തന്നെ അവൻ്റെ ശരീരം മരിച്ചില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ശരീരം മരിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് 5-ാം അധ്യായം ശ്രദ്ധാപൂർവം വായിച്ചാൽ കാണാൻ സാധിക്കും. ഓരോ ചെറിയ പാരഗ്രാഫും അവസാനിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? പിന്നെ അവൻ മരിച്ചു. നിങ്ങൾ കണ്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ അവൻ മരിച്ചു, പിന്നെ അവൻ മരിച്ചു, പിന്നെ. എന്നാൽ ആ അധ്യായത്തിൽ തന്നെ ഇടയ്ക്ക് ഒരാളെക്കുറിച്ച് പറയുകയാണ്, മരിക്കാത്ത ഒരാൾ. മരിച്ചു, ബട്ട് 1 person did not die. ഒരാൾ മരിച്ചില്ല. ആരാ മരിക്കാതിരുന്നയാൾ? ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അതുകൊണ്ട് അവൻ കാണാതെയായി. ദൈവം അവനെ എടുത്തുകൊണ്ടു. അപ്പൊ വാക്യം വായിക്കാം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പം ദൈവത്തോടു കൂടെ നടന്നു, മരിക്കാതെ എടുക്കപ്പെടുന്ന ഒരവസ്ഥയിലും മനുഷ്യന് ജീവിക്കാം എന്ന് ദൈവം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹാബേലിൽ കൂടി ദൈവം കാണിച്ചു കൊടുത്തത് നമ്മൾ നേരത്തെ 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വായിച്ചപ്പോൾ അവിടെ ആരാധന തുടങ്ങി എന്ന് നമ്മൾ കണ്ടു. 4:26 ആ കാലത്തിൽ ദൈവനാമത്തിലുള്ള ആരാധന ആരംഭിച്ചു. 4-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ശേത്തിനൊരു മകൻ ജനിച്ചു, അവന് ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. പക്ഷെ എങ്ങനെയാണ് ശരിക്കും ആരാധിക്കേണ്ടതെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ആരെ നിർത്തിയിരിക്കുന്നത്? ഹാബേലിനെ. ദൈവം ഹാബേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചു, കായീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. അപ്പോൾ ആരാധന എങ്ങനെയാണ് നടക്കേണ്ടത്, ദൈവത്തോടു കൂടി നടക്കേണ്ടത് എങ്ങനെയാണ്? പിന്നെയും കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ നോഹയെ കാണുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രളയം അയച്ചു. എന്നാൽ ആ പ്രളയം എല്ലാവരെയും വിഴുങ്ങിക്കളഞ്ഞപ്പോൾ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതുകൊണ്ട് ന്യായവിധിയിൽ നിന്ന് നോഹ രക്ഷപ്പെടുന്നു. അപ്പം എങ്ങനെയാണ് ദൈവം ആളുകളെ രക്ഷിക്കുന്നത്, ദൈവത്തോടു കൂടെ നടത്തുന്നത്, രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതെന്നുള്ളത് വേണമെങ്കിൽ ശ്രദ്ധിച്ച് വായിക്കുന്ന ഒരാൾക്ക് പുസ്തകത്തിൽ കാണാം. അന്ന് ജീവിച്ചിരുന്ന ആളുകൾക്കും കാണാമായിരുന്നു. അവർ ഹാബേലിനെയും ഹാനോക്കിനെയും നോഹയൊക്കെ നോക്കിയെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു. ഇത് മനസ്സിലാക്കാനായിട്ടാണ് ഈ 2000 കൊല്ലത്തെ ചരിത്രം സംക്ഷിപ്തമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5-ാം അധ്യായത്തിലെ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത് കാണുന്ന ഒരു കാര്യം, അവൻ ആദാം ഒളിച്ചിരുന്നു, എന്നാൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഒളിച്ചിരിക്കുന്നില്ല, ദൈവത്തോടു കൂടെ നടക്കുന്നു. അങ്ങനെ ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട് 24-ാം വാക്യം വായിച്ചാൽ 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ദൈവം അവനെ എടുത്തുകൊണ്ടു എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിന്റെ സ്വഭാവം അവൻ ഉണ്ടായതുകൊണ്ടാണ് അവനെ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ട് ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ട് അവന് ദൈവ സ്വഭാവമുണ്ടായി. ഡിവൈൻ നേച്ചർ അവൻ്റെ നേച്ചറായിട്ട് മാറി. അതെങ്ങനെ അറിയുന്നത്? യൂദായുടെ പുസ്തകം വായിക്കുമ്പോൾ അവനൊരു പ്രവാചകനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വെൻ യു കം ടു ദ ബുക്ക് ഓഫ് ജൂഡ്, പുതിയ നിയമത്തിൽ യൂദായുടെ പുസ്തകം ഒരധ്യായമേ ഉള്ളൂ. 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിക്കുവാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. സോ ഹി ബിക്കേം എ പ്രോഫറ്റ്. അവൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ ജീവിച്ചിരുന്ന 365 കൊല്ലവും അവൻ എന്ത് ചെയ്ത് കാണും? ദൈവത്തെക്കുറിച്ച് ആളുകളോട് ഹി ടോക്ക്ഡ് അബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രവചിച്ച കാര്യം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ 2ാം വരവാണ് പ്രവചിച്ചത്, സെക്കൻഡ് കമ്മിങ്. ഇതവൻ 1000 ദൂതന്മാരോടുകൂടെ. അപ്പം യേശുവിൻ്റെ 1ാം വരവും 2ാം വരവും ദൈവത്തിൻ്റെ പദ്ധതികളും ഒക്കെ ദൈവത്തോടു കൂടെ നടന്നപ്പോൾ ആര് പിടിച്ചെടുത്തു? ഹാനോക്ക് പിടിച്ചെടുത്തു. അതെല്ലാം തൻ്റെ ജനത്തോട്
അവൻ പ്രസംഗിച്ചു. പക്ഷെ അവരാരും തന്നെ അതിലൊന്നും വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവിടെ താഴെ പിന്നെ എഴുതിയിട്ടുണ്ട്, പിന്നെ അവൻ മരിച്ചു. ഹാനോക്കല്ല. ആരാ മരിച്ചത്? ഇത് വിശ്വസിക്കാത്ത ജനങ്ങളൊക്കെ മരിച്ചു. അവൻ ദൈവം എടുക്കപ്പെട്ടതിനാൽ കാണാതെ ദൈവത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നാൽ ബാക്കിയുള്ളവരൊക്കെയും മരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് ഫ്ലഡ് എന്നുള്ളത് കണ്ടത്. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയത് പ്രളയം. 5 മുതൽ 9 വരെയുള്ള അധ്യായത്തിൽ പ്രളയത്തെക്കുറിച്ചാണ് കണ്ടത്. ആ സമയത്ത് നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നാമത് വംശാവലിയുടെ കാര്യം കണ്ടു. ഈ പുസ്തകത്തെ മോശ തിരിച്ചിരുന്നത് വംശാവലിയുടെ അടിസ്ഥാനത്തിലാണ്. 10 വംശാവലികളുണ്ടെന്നുള്ള കാര്യം കണ്ടു. അതുപോലെ തന്നെ ഈ പുസ്തകത്തിനകത്ത് ഈ അധ്യായത്തിൽ വരുമ്പോൾ 5-ാം അധ്യായം കഴിഞ്ഞ് 6ലേക്ക് കയറുമ്പോൾ ദൈവത്തിൻ്റെ മക്കളും മനുഷ്യരും തമ്മിലുള്ള മിക്സിങ് നടക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തെ അറിയാത്തവരും തമ്മിൽ മിക്സ്ഡപ്പ് ആകുന്നു. അതിൻ്റെ അർത്ഥം അവരുടെ കുടുംബജീവിതം വികലമായി തീരുന്നു. പിന്നീട് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇണയില്ലാ പിണ കൂടരുത്, നിങ്ങൾക്ക് ചില വ്യവസ്ഥകൾ വേണം. അപ്പോൾ അത് പണ്ടും ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നതാണ്. ആ വ്യവസ്ഥകൾ എഴുതി കൊടുത്തിരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വ്യവസ്ഥ വിട്ട് ഇൻ്റർമിക്സിങ് നടന്നതുകൊണ്ട് ഉണ്ടായ അപകടങ്ങൾ എന്തൊക്കെയാണ്, കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണ്, ഈ കാര്യങ്ങളാണ് 6 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നോഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർത്തു. നോഹ എന്തിന് പ്രതീകമായിട്ട് നിൽക്കുന്നത്? കുടുംബജീവിതത്തിൻ്റെ സംരക്ഷകനായിട്ടാണെന്ന് ഞാൻ പറയും. കുടുംബജീവിതം താറുമാറായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബജീവിതം സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും മഹത്തായ വ്യക്തിത്വമാണ് ആര്? നോഹ. തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ പോരാ, നമ്മുടെ കൂട്ടാളിയെയും കൂടെ, രക്ഷയ്ക്ക് കൂട്ടവകാശിയായിരിക്കുന്ന നമ്മുടെ ഭാര്യയെയും ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഈ പെട്ടകത്തിനകത്ത് കയറ്റി ദൈവസന്നിധിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം ദൈവത്തെ അറിഞ്ഞ ആളുകൾക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട്. അത് നോഹയിൽ കൂടിയാണ് ആദ്യം വെളിപ്പെടുത്തിയതെന്നുള്ള കാര്യം ഓർക്കുക. അവിടെ ദൈവം ന്യായവിധി അയച്ചത്, പക്ഷേ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ്, ന്യായവിധിയുടെ നടുവിലും ഒരാൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നെന്നും എന്തുകൊണ്ട് നോഹയ്ക്ക് കൃപ ലഭിച്ചുവെന്നും എങ്ങനെയാണ് ദൈവം നോഹയെ വിടുവിച്ചതെന്നുള്ളതും ചില വാക്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വായിക്കാൻ വിട്ടുപോയ ചില വാക്യങ്ങൾ ക്ലാസ് തീരാറായപ്പോഴാണ് നമ്മൾ ഈ കാര്യം പഠിച്ചത്. ഒന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകുന്നത് നന്നായിരിക്കും. ഈ കാലഘട്ടത്തിൽ ദൈവം ഇങ്ങനെ ഒരു ശക്തമായ ന്യായവിധി അയക്കുവാൻ എന്താണ് കാരണം എന്ന് നമുക്ക് നോക്കാം. 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്ന് യഹോവ കണ്ടു. അപ്പോൾ ദൈവം കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ദുഷ്ടത വലിയത്. അതെവിടുന്നാണ് വന്നത്? മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും തിങ്കിങ് ആണ് കുഴപ്പമുണ്ടാക്കുന്നത്. അവൻ്റെ തിങ്കിങ് ഡാർക്കൻഡായി അല്ലേ, അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. അവരുടെ മനസ്സ് കുരുടായിപ്പോയി. അവർക്ക് സുവിശേഷത്തിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. അങ്ങനെ അവരുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നു. 11-12 വാക്യങ്ങൾ വായിച്ചാൽ 6-ാം അധ്യായത്തിൻ്റെ, എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കി. 13-ാം വാക്യം വായിച്ചാൽ, ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുൻപിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോടെ കൂടെ നശിപ്പിക്കും. അപ്പം ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത, അവൻ്റെ വഷളത്തരം, അവൻ്റെ അതിക്രമം, ഇതെല്ലാം ദൈവം കണ്ടിട്ടാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവം നോഹയോടൊരു ഉടമ്പടി ചെയ്യുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലും ഈ കാര്യം റിമൈൻഡ് ചെയ്യുന്നുണ്ട്. 8-ന്റെ യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളവയാകുന്നു. അപ്പൊ മനുഷ്യനിൽ ദൈവം കണ്ട ഏറ്റവും വലിയ കുഴപ്പം എന്താണ്? അവന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മീയത നന്നാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ നന്നാക്കണം, നമ്മുടെ നിരൂപണങ്ങൾ നന്നാക്കണം. മനുഷ്യൻ ചിന്തയിലാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നാം ചിന്തിക്കാനായിട്ട് പഠിക്കണം. ആ ചിന്താജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തോത് നമ്മുടെ ചിന്താജീവിതമാണ്, പ്രവൃത്തികളല്ല, ചിന്തയാണ്. കാരണം ദൈവം കാണുന്നത് പ്രവൃത്തിയല്ല, ഹൃദയങ്ങളെയും
അന്തര ഇന്ദ്രിയങ്ങളെയും ചിന്തകളെയാണ്. അപ്പോൾ ഈ മനുഷ്യരുടെ എല്ലാം ചിന്ത ദൈവം നോക്കിയപ്പോൾ അവരുടെ നിരൂപണങ്ങൾ ദോഷമുള്ളത്, അവൻ്റെ മനോനിരൂപണങ്ങൾ ബാല്യം മുതൽ തന്നെ ദോഷമുള്ളത്, അവർ പല പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട്. അവരുടെ നിരൂപണം, അവരുടെ ചിന്തകൾ ദോഷമുള്ളത്, ചിന്തിച്ച് മനസ്സിൽ നിറഞ്ഞതാണ് വാവുകൊണ്ട് പ്രസ്താവിച്ചതും കൈകൊണ്ട് പ്രവർത്തിച്ചതും. അതുകൊണ്ട് ഈ കാര്യമാണ് ദൈവത്തെ ഈ ന്യായവിധിക്കായിട്ട് പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ ഇങ്ങനെ ഇരുന്നപ്പോൾ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് എങ്ങനെയാണെന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. 8, 9, 10 വാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ എന്തെല്ലാം നോഹയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നോക്കിയാട്ടെ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ശേം, ഹാം, യാഫെത്ത് എന്ന 3 പുത്രന്മാരെയും നോഹ ജനിപ്പിച്ചു. അപ്പൊ ഏതാണ്ട് ഹാനോക്ക് ചെയ്ത കാര്യം തന്നെയാണ് ആരും ചെയ്തത്. ശ്രദ്ധിച്ചോ? അത് ഹാനോക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നോഹ കണ്ടു കാണും. ഹാനോക്ക് ചെയ്ത കാര്യം തന്നെയാണ് ആരും ചെയ്തത്, നോഹ ചെയ്തത്. നോഹ എന്തൊക്കെ ചെയ്തതെന്ന് നമ്മളിപ്പോൾ വായിച്ചത്. കൃപ ലഭിച്ചു, നീതിമാനായി, നിഷ്കളങ്കനായി, ദൈവത്തോടു കൂടെ നടന്നു, പുത്രന്മാരെ ജനിപ്പിച്ചു. ഇത് തന്നെയാണ് ആരും ചെയ്തത്, ഹാനോക്കും ചെയ്തത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ഹാനോക്ക് മക്കളെ ജനിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് കൃപ ലഭിച്ചു, നീതിമാനായി, നിഷ്കളങ്കനായി, ദൈവത്തോടു കൂടെ നടന്നു, മക്കളെ ജനിപ്പിച്ചു. അപ്പോൾ ഈ ഒരു ജീവിതചര്യയാണ് മനുഷ്യരിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ അസ്ഥാനത്തായതുകൊണ്ടാണ് ദൈവത്തിന് മനുഷ്യനെ ന്യായം വിധിക്കേണ്ടതായിട്ട് വന്നത്. പെട്ടകത്തിൻ്റെ ഡീറ്റെയിൽസും മഴ പെയ്തതിൻ്റെ ദിവസത്തിൻ്റെ കണക്കും അകത്ത് കയറ്റിയ മൃഗങ്ങളുടെ കണക്കും ഒക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കണ്ടുപിടിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞാൻ വിവരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്നാൽ പ്രളയം കഴിഞ്ഞപ്പോൾ ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ നോഹ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു യാഗപീഠം പണിതു, ദൈവത്തിന് സൗരഭ്യവാസനയുള്ള ഒരു യാഗം അർപ്പിച്ചു. 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ വായിച്ചാൽ, ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്നും പുറത്തിറങ്ങുവിൻ. പറവകളും മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴജാതിയായ സർവ്വജഡത്തിൽ നിന്നും നിന്നോട് കൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ. അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. സകല മൃഗങ്ങളും ഇഴജാതികളും ഒക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യാഗം കഴിച്ചു. അപ്പം യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്. അപ്പൊ ദൈവം ഒരു ഉടമ്പടി, ഒരു നിയമം നോഹയുമായിട്ട് ചെയ്തു. അപ്പോൾ ദൈവത്തെ ആരാധിച്ചു. അപ്പം ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം, ചിലർക്കൊരു സംശയം പെട്ടെന്ന് ചോദിക്കാറുണ്ട്. ഈരണ്ടാണ് അകത്ത് കയറ്റിയത്. അപ്പോൾ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്പീഷീസ്, ആ ജാതി എക്സ്റ്റിങ്ക്റ്റ് ആയി പോയില്ലേ? പിന്നെ അതിൻ്റെ ഇണയില്ലാതെ ഒരു ഗതികേടുണ്ടായില്ലേ? അപ്പോൾ നമ്മൾ വായന ശരിയല്ലാത്തത് കൊണ്ടാണ്. 7-ാം അധ്യായത്തിലേക്ക് പോയിട്ട് 7-ാം അധ്യായത്തിൻ്റെ 2, 3 വാക്യങ്ങൾ വായിച്ചാൽ, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും നിന്നും ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 2. അപ്പോൾ 2 തരത്തിലാണ് പെട്ടകത്തിനകത്ത് മൃഗങ്ങളെ കയറ്റിയെന്നുള്ളതും കൂടി വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന് ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം 2 അല്ല കയറ്റിയത്. ശുദ്ധി ഇല്ലാത്തത് 2, ശുദ്ധി ഉള്ളത് ഏതിലാണ് യാഗം കഴിക്കാൻ പറഞ്ഞത്? ഏതിനെയാണ്? ശുദ്ധി ഇല്ലാത്തതിനെയാണോ? അപ്പോൾ അതിന് 2-3 യാഗം കഴിച്ചാലും ബാലൻസ് പിന്നെ നിപ്പുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മൾ കുടുക്കിടാൻ വേണ്ടി ആരെങ്കിലും ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ ഈ വാക്യങ്ങളും കൂടെയൊക്കെ നിങ്ങൾ കണ്ടിരിക്കണമെന്നുള്ള കാര്യം. കാരണം എപ്പോഴും ചോദിച്ചാൽ 2 കയറ്റിയെന്നാണ് എല്ലാവരും പറയാറ്. പക്ഷെ എല്ലാം 2 അല്ല, ചിലതൊക്കെ 7 കയറ്റിയിട്ടുണ്ട്. ഏതാണെങ്കിലും യാഗം അർപ്പിച്ചു. അത് സൗരഭ്യവാസന മണത്തപ്പോൾ ദൈവം അനുഗ്രഹിച്ചു. എന്നിട്ട് ഒരു നിയമം ചെയ്തു. ആ നിയമം ചെയ്തത് 7 പ്രാവശ്യം അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരാമർശിച്ചായിരുന്നു. എന്നിട്ട് അതിൻ്റെ അടയാളമായിട്ടൊരു വില്ല് കൊടുത്തു, ഒരു റെയിൻബോ കൊടുത്തു. അങ്ങനെ ദൈവം ആ നിയമത്തെ ഉറപ്പാക്കി. അങ്ങനെ ദൈവത്തിൻ്റെ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായത്. നിങ്ങളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് അടുത്ത കാര്യം പഠിക്കാനായിട്ട് തയ്യാറായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ദൈവം സൃഷ്ടിച്ചു, മനുഷ്യന് വീഴ്ച സംഭവിച്ചു, ദൈവം ഒരു ന്യായവിധി അയച്ചു. ഇതിനിടയ്ക്ക് എങ്ങനെയാണ് ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതെന്നുള്ളത് ചില ആളുകളെ ഉയർത്തി ദൈവം കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഹാബേൽ, ഹാനോക്ക്, നോഹ. എന്നിട്ടും മനുഷ്യൻ നന്നായില്ല എന്നുള്ളതാണ് 10-11 അധ്യായങ്ങൾ കാണിക്കുന്നത്.
10-11 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളവിടെ നോഹയുടെ മക്കൾ പെറ്റുപെരുകിയിട്ട് നോഹയുടെ വംശപാരമ്പര്യം 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശ പാരമ്പര്യമാണിത്. അവരുടെ മക്കള് പെറ്റുപെരുകി ഭൂമിയിലെല്ലാം നിറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 10-11 അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം നന്നായിട്ട് അറിയാവുന്നതാണെങ്കിലും അതിൻ്റെ ആത്മീയ അർത്ഥം ഒന്ന് ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് അല്പസമയം വിനിയോഗിക്കേണ്ടത് ആവശ്യം. 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷിനാർ ദേശത്തെ ഒരു സമഭൂമി കണ്ടു, അവിടെ കൂടിയിരുന്നു. അവർ തമ്മിൽ, വരുവിൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കുവാൻ ഒരു പട്ടണവും ആകാശത്തോളം വരുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. 4-ാം വാക്യം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നോക്കിയാൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നേരെ വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. അവിടെ അവർ ചെയ്ത 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ലെറ്റ്സ് ബിൽഡ് എ ടവർ, ലെറ്റ്സ് മേക്ക് എ നെയിം ആൻഡ് ലെറ്റ്സ് നോട്ട് ബി സ്കാറ്റേഡ്. 3 കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് പറഞ്ഞത്? നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരും ഉണ്ടാക്കുക. 1, നമുക്കൊരു പേരുണ്ടാക്കുക. 2, നമ്മൾ ആകാശത്തോളം എത്തുന്ന ഒരു പട്ടണവും ഗോപുരവും പണിയുക. 3, നാം ചിതറിപ്പോകരുത്. ഇനി തിരിച്ച് ചിന്തിച്ച്, ദൈവം ഇവരോട് പറഞ്ഞിരുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്? നിങ്ങൾ എങ്ങും ചിതറിപ്പോകരുത്, ഏതെങ്കിലും തോട്ടത്തിൽ തന്നെ താമസിച്ചോണമെന്നാണോ? അല്ല, നിങ്ങൾ ഭൂമിയിലൊക്കെയും നിറഞ്ഞ് പെരുകി അതിനെ അടക്കി വാണ് മുഴുവനും നിങ്ങൾ ഇതിനെ നിറയ്ക്കണം എന്നാണ് ദൈവം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇവർ തീരുമാനിക്കുന്നത് നമ്മൾ സ്കാറ്റർ ചെയ്യണ്ട, നമ്മൾ ഒരിടത്ത് ഇവിടെ തന്നെ. അവരൊരു സമഭൂമി കണ്ടു. അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബാബേൽ എന്ന് പറയുന്നത് നിമ്രോദിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. 10-ാം അധ്യായം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിച്ചാൽ, അവൻ യഹോവയുടെ മുൻപാകെ നായാട്ടു വീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുൻപാകെ, അവിടെ അവൻ എന്ന് പറഞ്ഞത് ആരാണെന്ന് അറിയണമെങ്കിൽ 8-ാം വാക്യം കൂടെ വായിക്കണം. കൂസ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. ഹി വാസ് എ മൈറ്റി മാൻ ഓഫ് വാലർ. അവനൊരു വീരനായിരുന്നു. അവൻ യഹോവയുടെ മുൻപാകെ നായാട്ടു വീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുൻപാകെ നിമ്രോദിനെ പോലെ നായാട്ടു വീരൻ എന്ന പഴഞ്ചൊല്ലായി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷീനാർ ദേശത്ത് ബാബേൽ, എരക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. ആ ദേശത്തു നിന്നും അശൂർ പുറപ്പെട്ട് നിനവെ, രഹോബോത്ത് പട്ടണവും കാലഹ്, നിനവയ്ക്കും കാലാഹിനും മധ്യേ മഹാനഗരമായ രസേൻ എന്നിവ മഹാനഗരങ്ങൾ പണിതു തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ബിഗ് സിറ്റീസ്, മഹാനഗരങ്ങൾ. അതിൽ ഒന്നാമത് പണിതത് ഏതാണ്? ഷിനാർ ദേശത്തെ ബാബേലാണ്. നിങ്ങൾ ഒത്തിരി പട്ടണങ്ങളുടെ പേര് കേട്ടതുകൊണ്ടും ഒന്നും പരിചിതമല്ലാത്തത് കൊണ്ടും ഏതൊക്കെ പട്ടണങ്ങളാണെന്നുള്ളത് ശ്രദ്ധിച്ച് കാണുകയില്ല. 10-ാം വാക്യം വായിച്ചാൽ, അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം, ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ്. ആരംഭം എവിടെയായിരുന്നു? ബാബേൽ. ഷിനാർ ദേശത്തെ ബാബേൽ. നിങ്ങൾക്ക് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോഴും ഈ ബാബേൽ അവിടെ കാണാനായിട്ട് സാധിക്കും. 17-18 മഹദിയാം ബാബേൽ. അപ്പോൾ ബാബേലിൻ്റെ തുടക്കം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ബാബേലിൻ്റെ അവസാനം ബൈബിളിൻ്റെ അവസാനത്തെ അധ്യായത്തിലുണ്ട്. അത് പറഞ്ഞതുകൊണ്ട് വേറൊരു കൂട്ടരുടെ ഉൽപ്പത്തിയും കൂടെ കാണുന്നത് നല്ലതാണ്. 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ഇവരിൽ നിന്നും ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കണ്ടോ? അപ്പോൾ ഫെലിസ്ത്യർ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെ ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പിൽക്കാലത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് ഭയങ്കര തലവേദനയായ ഒരു കൂട്ടം ആളുകളാണ് ആര്? ഫെലിസ്ത്യർ. അവരെങ്ങനെ ഉത്ഭവിച്ചു, പട്ടണ സംസ്കാരങ്ങൾ എങ്ങനെ ഉത്ഭവിച്ചു ഒക്കെ നമുക്ക് ഈ അധ്യായങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവർ വീരന്മാരാകുകയും പട്ടണങ്ങൾ പണിയുകയൊക്കെ ചെയ്തപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. എന്താണ് തീരുമാനമെടുത്തത്? നമുക്ക് ചെതറിപ്പോകേണ്ട കാര്യമില്ല, നമുക്ക് ഈ പട്ടണത്തിൽ തന്നെ താമസിച്ചാൽ മതി, പട്ടണത്തിൽ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം അവർ പറഞ്ഞത്, നമുക്കൊരു പേരുണ്ടാക്കുക, നമുക്കൊരു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണമെന്നല്ല. അതുകൊണ്ടാണ് കർത്താവ് ചിലപ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ നാമം ഭൂമിയിലും എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ഇവർ പറഞ്ഞത് അങ്ങനെയല്ല, ദൈവത്തിൻ്റെ നാമം എന്തെങ്കിലും ആവട്ടെ, ഇതൊക്കെ പണിതത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങളുടെ നാമം, നമുക്കൊരു പേരുണ്ടാക്കുക. അത് മാത്രമല്ല, നമുക്ക് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും ഉണ്ടാക്കുക. അപ്പോൾ ശരിക്കും ബാബേൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാബ് ഏൽ
2 പദങ്ങളാണ്. ബാബ് ഏൽ. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം, ബാബ് എന്ന് പറഞ്ഞാൽ വീട് അല്ലെങ്കിൽ പടിവാതിൽ എന്നാണ്. അപ്പം ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ കൺസെപ്റ്റ് ദൈവം സ്വർഗത്തിലെങ്ങാണ്ട് ഭൂമിയിൽ ആകാശത്തിലായിരിക്കുന്നത്. ചില വിശ്വാസികൾ, ക്രിസ്ത്യാനികളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആകാശത്തിലിരിക്കുന്ന ഞങ്ങളുടെ ബാബ എന്ന് വിളിക്കാറുമുണ്ട്, അല്ലേ? സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നതിന് പകരം എന്താ നമ്മൾ ചിലപ്പോൾ ഒക്കെ പ്രാർത്ഥിച്ച് കേട്ടിട്ടുള്ളത്? ആകാശത്തിലിരിക്കുന്ന ഞങ്ങളുടെ ബാവ. അപ്പോൾ ആകാശത്തിലാരാ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ക്രൈസ്തവ ഗോളത്തിൽ പലരും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ദൈവം ആകാശത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്, അവിടെ എവിടെയാണ് ദൈവത്തിൻ്റെ വീട്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ ഒന്ന് എത്തിപ്പിടിക്കണം. ബാബേൽ എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ പടിവാതിൽ. ദൈവത്തിൻ്റെ, പക്ഷെ ഇവിടെ വേറൊരു അർത്ഥം ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ദൈവത്തിൻ്റെ പടിവാതിലിൽ എത്തിപ്പിടിക്കാനുള്ളൊരു ശ്രമമാണ് ആര് നടത്തിയത്? മനുഷ്യൻ നടത്തിയത്. ദൈവത്തെ പിടിക്കുക, കിട്ടിയെങ്കിൽ ദൈവത്തെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് അവിടെ കയറി ഇരിക്കാനും ചിലപ്പോൾ അവൻ ആഗ്രഹിച്ച് കാണും. കാരണം പിശാച് മനുഷ്യനെ പറ്റിച്ചപ്പോൾ പറഞ്ഞത് നിന്നെ ദൈവത്തെ പോലെ ആക്കാം, ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നെ ഇരുത്താമെന്നാണ് പറഞ്ഞത്. റോമാലേഖനം നിങ്ങൾ വായിച്ചാൽ അവിടെ ഓരോന്നിനെ കൊണ്ട് ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഉണ്ടാക്കിയ രൂപം മനുഷ്യൻ്റെ രൂപമാണ് ആദ്യം ഉണ്ടാക്കിയത്. നമ്മൾ വിചാരിച്ചേക്കുന്ന മൃഗങ്ങളുടെ രൂപമാണെന്നാണ്. നിങ്ങളിനി ആ പട്ടിയെ ശ്രദ്ധിച്ചൊന്ന് റോമാലേഖനത്തിൽ പോയി വായിക്കേണ്ടതാണ്. ആദ്യം ഉണ്ടാക്കിയ രൂപം ക്ഷയമുള്ള മനുഷ്യൻ്റെയാണ്. പിന്നെ നാൽക്കാലി, ഇഴജാതി അതിനെയൊക്കെ ഉണ്ടാക്കി. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് തിരിച്ചാണ്. ആദ്യം ഇഴജാതിയുടെ നാൽക്കാലിയുടെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം മനുഷ്യൻ്റെ ഉണ്ടാക്കി തന്നോ. ആദ്യം ഉണ്ടാക്കിയ രൂപം ആരുടെ രൂപമായിരുന്നു? അവർ ദൈവത്തിൻ്റെ, അക്ഷയനായ ദൈവത്തിൻ്റെ രൂപത്തെ ക്ഷയമുള്ള മനുഷ്യൻ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി. അതിൻ്റെ അപ്പം ഞാനിടയ്ക്ക് പറയാറുണ്ട് ഇവല്യൂഷൻ അല്ല ഡെവല്യൂഷനാണെന്ന്. എന്താ? പുരോഗതിയല്ല അധോഗതിയാണ്. നമ്മൾ പറയുന്നത് നമ്മൾ പുരോഗമിച്ച് പരിണമിച്ച് ഈ നിലയിലെത്തി. പക്ഷെ വാസ്തവത്തിൽ അധപ്പതിച്ച് ഈ നിലയിൽ എത്തി പറയുകയാണ് കുരങ്ങനായിരുന്നു എൻ്റെ വല്യപ്പച്ചനെന്ന്. അത്ര അധപ്പതിച്ച് പോയി. അതുകൊണ്ട് നമുക്ക് പുരോഗമനമല്ല ഉണ്ടായത്. വാസ്തവത്തിൽ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ ഉണ്ടായത്? മനുഷ്യൻ അധോഗതി പ്രാപിച്ചു. എന്നിട്ട് ദൈവത്തെ മറന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞ് മനുഷ്യനെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവരോധിക്കാനായിട്ട് നടത്തിയ പരിശ്രമമാണ് ബാബേലിൽ നമ്മൾ കാണുന്നത്. സോ അവരുടെ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിതു, അവർ ഒരു പേരുണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചു, അവർ ഭൂമിയിൽ ചിതറിപ്പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. ഇത് മൂന്നും ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് തികച്ചും വിരുദ്ധമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് 11-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിച്ചാൽ ദൈവം എന്ത് ചെയ്തു എന്നുള്ള കാര്യം കാണാനായിട്ട് സാധിക്കും. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കുവാൻ അവരുടെ ഭാഷ കലക്കി കളയുക എന്ന് അരുൾ ചെയ്തു. അപ്പം ദൈവം അങ്ങനെ വന്ന് അവരുടെ ഭാഷ കലക്കി കളഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി കളയുകയാൽ അതിന് ബാബേൽ എന്ന് പേരായി. അപ്പൊ അതിന് ബാബേൽ എന്ന് പുതിയൊരു പേരുണ്ടായി. ഇപ്പോൾ പേരിന്റെ അർത്ഥം എന്താണ്? കലക്കം, കൺഫ്യൂഷൻ. ബിക്കോസ് ഗോഡ് കൺഫ്യൂസ്ഡ് ദം. ദൈവം അവരെ കലക്കി, ദൈവം അവരെ ചിതറിച്ച് അവരുടെ ഭാഷകൾ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലാക്കിയതുകൊണ്ട് they were compelled to be scattered. അവർ ചിതറിപ്പോകാൻ മനസ്സില്ലാതിരുന്നു. പക്ഷെ ദൈവം അവരെ ചിതറിച്ച് കളഞ്ഞു. കാരണം ദൈവത്തിൻ്റെ ആലോചന മാത്രമേ എപ്പോഴും നടപ്പാവുകയുള്ളൂ. പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സഭയും ഇതുപോലെ തന്നെ ഒരുമിച്ചിരിക്കാനായിട്ട് ആഗ്രഹിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടമെല്ലാം ഏകഹൃദയവും, നല്ല കാര്യമാണ്, പോസിറ്റീവാണ്. അവരെല്ലാം ഒരുമിച്ചിരുന്നു, എല്ലാം പൊതുവകയെന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞിരുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റം വരെയും. പക്ഷെ അവരിപ്പം ഭൂമിയുടെ അറ്റത്തെക്കുറിച്ചൊക്കെ മറന്നിട്ട് അവരവിടെ തന്നെ കൂടിയിരിക്കാൻ തുടങ്ങിയപ്പോൾ 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആ കാലത്ത് ഒരു വലിയ പീഡനം ഉണ്ടായി, സഭ മുഴുവനും ചിതറിപ്പോയി. ചിതറിപ്പോയവർ സുവിശേഷം സംസാരിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. സോ ഇറ്റ്സ് ഗോഡ്സ് പ്ലാൻ ദാറ്റ് വി മസ്റ്റ് സ്കാറ്റർ. നമ്മളെപ്പോഴും സുഖമുള്ളത് ഒരുമിച്ച് കൂടിയിരിക്കുന്നതാണെങ്കിലും ചിലപ്പോഴൊക്കെ ദൈവം നമ്മളോട് പറയുന്നത് സ്പ്രെഡ് ഔട്ട്, പല സ്ഥലങ്ങളിലേക്കും വിദൂരത്തിലേക്കും ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ അതിലിച്ചിരി വിഷമവും ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ടാണ്. കാരണം ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഇപ്പോൾ നമ്മൾ നമുക്ക് തിരിച്ച് ഉൽപ്പത്തിയിലേക്ക് പോയാൽ ഇവർ ശിനാർ ദേശത്ത് നിമ്രോദ് പണിത ഒരു മനോഹര പട്ടണത്തിലാണ് ഇരിക്കുന്നത്, ഒരു മഹാനഗരത്തിലാണ് ഇരിക്കുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു സുഖമുണ്ട്. അപ്പോഴാണ് ദൈവം പറയുന്നത് സ്കാറ്റർ,
വിദൂരതയിലേക്കൊക്കെ പോകാനായിട്ട്. നമ്മുടെയും പ്രശ്നം അത് തന്നെയാണ്. വി ആർ ഇൻ എ കംഫർട്ട് സോൺ അല്ലേ? ആ കംഫർട്ട് സോണിൽ സുഖമായിട്ടിരിക്കുമ്പോഴാണ് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി സുവിശേഷം പറയാനോ ഒരു കാര്യം ചെയ്യാനോ പറയുമ്പോൾ വി ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ പിന്നെ ദൈവത്തിന് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇടപെട്ട് നമ്മളെ ചിതറിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഏതാണെങ്കിലും ഇവിടെ 11-ാം അധ്യായത്തിൽ കാണുന്നത്, പണ്ട് നമ്മൾ പഠിച്ചൊരു കാര്യം മറന്നു പോകരുത്, ദൈവം ജാതികളുടെ ആലോചന നിഷ്ഫലമാക്കുന്നു, യഹോവയുടെ ആലോചനയോ തലമുറ തലമുറയായി ശാശ്വതമായി. 33-ാം സങ്കീർത്തനം 10-ാം വാക്യം, 33-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം. ദൈവത്തിൻ്റെ ആലോചന മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് നാം അറിഞ്ഞിരിക്കണം. യഹോവ ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, യഹോവ ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. അപ്പോൾ ജാതികളുടെ ആലോചനയെ ദൈവം നിഷ്ഫലമാക്കുകയും ദൈവത്തിൻ്റെ ആലോചന നിലനിൽക്കുകയും ചെയ്യുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കും. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാനായിട്ട് ദൈവം മനുഷ്യനെ ഭൂമിയിലൊക്കെയും ചിതറിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 10-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം വായിക്കുന്നത് നന്നായിരിക്കും. ഇവർ തന്നെ ജാതി ജാതിയായും കുലം കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ, അവരിൽ നിന്നാകുന്നു ജലപ്രണയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയത്. ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞുപോയി, ഓർ നേഷൻസ് ആൻഡ് ന്യൂ കോണ്ടിനെൻറ്റ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഈ ഭൂമിയിൽ ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള ഈ ഭൂഖണ്ഡങ്ങളും രാജ്യങ്ങളും ജനതതികളും ഒക്കെ പ്രളയത്തിന് ശേഷം ഇങ്ങനെയാണ് ഉണ്ടായത്. എന്നാൽ ആ ഒരു പ്രക്രിയയെ തടസ്സപ്പെടുത്താനായിട്ടാണ് ഒരു കൂട്ടം ആളുകൾ തുനിഞ്ഞത്. ഈ പിരിഞ്ഞുപോയി ഭൂമിയൊക്കെ റിപ്ലനിഷ്ഡായി ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് ജനങ്ങളൊക്കെ നിറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്താനായിട്ടുള്ള ഒരു ചിന്തയാണ് 11-ാം അധ്യായത്തിൽ ഇവർ ശിനാർ ദേശത്ത് കൂടിയിരുന്ന് ഒരു ഗോപുരം പണിയാനായിട്ട് തുടങ്ങിയപ്പോൾ ഉണ്ടായത്. അതിനെയാണ് ദൈവം എന്ത് ചെയ്തത്? കലക്കിക്കളഞ്ഞത്. അതുകൊണ്ട് ബാബേലിനൊരു പുതിയ അർത്ഥം ഉണ്ടായി, കൺഫ്യൂഷൻ. അപ്പോൾ എന്ത് മനസ്സിലായി? ദൈവത്തെ ആരെങ്കിലും എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാൽ കൺഫ്യൂഷൻ. എന്നാൽ ദൈവം നിന്നെ പിടിച്ചാൽ, ദൈവം എന്നെ പിടിച്ചാൽ, സോ വാട്ട് ഈസ് ക്രൈസ്റ്റ് ഡൂയിങ് ആൻഡ് വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ യേശുക്രിസ്തു ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവനെ അന്വേഷിച്ച് പിടിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് അവൻ നമ്മെ തേടി ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മെ ദൈവത്തോട് അടുപ്പിച്ചതാണ്. നമ്മൾ അങ്ങോട്ട് പോയാൽ കൺഫ്യൂഷനേ ഉള്ളൂ. എന്നാൽ ദൈവം ഇങ്ങോട്ട് വന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ രക്ഷിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ 11 അധ്യായങ്ങളിലാണ് മാനവജാതിയുടെ ചരിത്രം, 2000 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഏതാണ്ട് ലോകത്തിൽ മാനവജാതിയുടെ സംസ്കൃതിയും വളർച്ചയും അവരുടെ ടെക്നോളജിയും ഒക്കെ അഡ്വാൻസ്ഡായി ഏതാണ്ട് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള ഒരു ലെവലിലേക്ക് ജനജീവിതം എത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യം നാം ഗ്രഹിക്കേണ്ടതാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് 12 മുതൽ 50 വരെയുള്ള അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് പോകാം. 12 മുതൽ 50 വരെയുള്ള അധ്യായത്തിലെ വിഷയം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവം ഒരു ജനത്തെ തെരഞ്ഞെടുക്കുന്നു തനിക്കായിട്ട്. അപ്പോൾ നമ്മൾ വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകങ്ങൾ ഹിസ്റ്ററിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് നോട്ട് ഹിസ്റ്ററി ഓഫ് ദ ഹോൾ ഹ്യൂമൻ ബീയിങ്സ്. ഈ 11 അധ്യായങ്ങൾ കൊണ്ട് 2000 കൊല്ലത്തെ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ലോക ചരിത്രമൊക്കെ പറയുന്നത് ദൈവം നിർത്തി. അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചരിത്രം പറയാൻ ദൈവം എത്ര അധ്യായങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ? വെറും 11 അധ്യായങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള അധ്യായങ്ങളല്ല ഇനി മുമ്പോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആരുടെ കാര്യം പറയാനായിട്ടാണ്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ചരിത്രം പറയാനായിട്ടാണ്. അതുകൊണ്ട് ഇനി നമ്മൾ മുമ്പോട്ട് വായിക്കുന്ന പഴയ നിയമം അനദർ 2000 years ഹിസ്റ്ററിയാണ്. അപ്പോൾ ആദ്യത്തെ 2000 കൊല്ലത്തെ ചരിത്രം കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കിയാൽ എത്ര പുസ്തകങ്ങളാണ് കിടക്കുന്നതെന്ന് നോക്കിയേ, എത്ര അധ്യായങ്ങളാണ് കിടക്കുന്നതെന്ന് നോക്കിയേ. ആ അധ്യായങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ദൈവം ഇനിയത്തെ 2000 കൊല്ലത്തെ ചരിത്രം പറയുന്നത്. ആദ്യത്തെ 2000 കൊല്ലത്തിൻ്റെ ചരിത്രം വളരെ ചുരുക്കമായിട്ട് സംക്ഷിപ്തമായിട്ട് 4 സംഭവങ്ങൾ കൂടി പറഞ്ഞു തീർത്തപ്പോൾ ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ മുമ്പോട്ട് കിടക്കുന്ന 2000 കൊല്ലത്തിൻ്റെ ചരിത്രം ദൈവത്തിൻ്റെ ജനത്തെ. അപ്പോൾ അതുകൊണ്ട് എന്താ ഇവിടെ കാണേണ്ടതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയ, ദ റിക്രിയേഷൻ പ്രോസസ് ഓഫ് ഗോഡ്. ദൈവം എങ്ങനെയാണ് നേരത്തെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ ഡീഫോംഡായി പോയ മനുഷ്യനെ ട്രാൻസ്ഫോംഡ് ആക്കി എടുക്കുന്നത്. ദൈവം രൂപപ്പെടുത്തി സ്വരൂപത്തിൽ, എന്നാൽ അവൻ എന്ത് സംഭവിച്ചു? അവൻ വിരൂപനായി പോയി. ആ വിരൂപനായി പോയവനെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുവാനായിട്ട് ഒരു രൂപാന്തരത്തിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് മാനവജാതിയിൽ ദൈവം തുടങ്ങിയതെന്നുള്ള കാര്യമാണ് 12-ാം അധ്യായം മുതൽ
വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം വരെ പറഞ്ഞിരിക്കും. അതിൻ്റെ തുടക്കമാണ് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതെന്നുള്ള കാര്യം ഓർക്കണം. അതുകൊണ്ട് ചരിത്രമെന്ന് പറയുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ചരിത്രം, അത് തന്നെ ഒറ്റയടിക്ക് നമുക്ക് വെളിപ്പാട് വരെ പോകാൻ ഒക്കുകയില്ല. 2000 കൊല്ലമെന്ന് പറയുമ്പോൾ ഉൽപ്പത്തി 12-ാം അധ്യായം മുതൽ എസ്തേർ വരെ. ആദ്യം എസ്തേർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ആണ് വീണ്ടും ഒരു 2000 കൊല്ലത്തിൻ്റെ ചരിത്രം. 400 കൊല്ലത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒരു 2000 കൊല്ലം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഈ ചരിത്രത്തെ തിരിക്കാമെന്നുള്ള കാര്യം ഓർക്കുക. ആദ്യത്തെ 2000 കൊല്ലം ഉൽപ്പത്തി 1 മുതൽ 11 വരെ, പിന്നത്തെ 2000 കൊല്ലം ഉൽപ്പത്തി 12-ാം അധ്യായം മുതൽ പഴയ നിയമം തീരുന്നത് വരെ, അല്ലെങ്കിൽ എസ്തേർ ഓർ മലാഖി. എസ്തേർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലായിട്ടും മലാഖി എന്ന് പറയുന്നത് പുസ്തകമനുസരിച്ചും. പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും യേശുക്രിസ്തു ജനിക്കുന്നത് മുതൽ ഇന്നേക്ക് അനദർ 2000 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് ബൈബിളിൻ്റെ ചരിത്രം പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ 350 കൊല്ലം ജീവിച്ചിരുന്ന 4 വ്യക്തിത്വങ്ങളെയാണ് നമ്മളവിടെ കാണുന്നത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. അബ്രഹാമിനെ കുറിച്ച് 12 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിലും, ഇസഹാക്കിനെ കുറിച്ച് 24 മുതൽ 26 വരെയുള്ള അധ്യായത്തിലും, യാക്കോബിനെ കുറിച്ച് 27 മുതൽ 36 വരെയുള്ള അധ്യായത്തിലും, ജോസഫിനെ കുറിച്ച് 37 മുതൽ 50 വരെയുള്ള അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു. അധ്യായങ്ങളെല്ലാം കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. അബ്രഹാം 12 മുതൽ 23 വരെ, ഇസഹാക്ക് 24 മുതൽ 26 വരെ, യാക്കോബ് 27 മുതൽ 36 വരെ, ജോസഫ് 37 മുതൽ 50 വരെ. അപ്പോൾ ഇവിടെ ദൈവം തുടങ്ങുന്ന ഒരു പുതിയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ദൈവം പുനർനിർമ്മാണ പ്രക്രിയ ഒരു ഇൻഡിവിജ്വൽ ലെവലിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ആരെയൊക്കെ കണ്ടു? ഹാബേലിനെ കണ്ടു, ഹാനോക്കിനെ കണ്ടു, നോഹയെ കണ്ടു. ഇങ്ങനെ ചില വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തി മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. പക്ഷേ ഈ വ്യക്തിത്വങ്ങളെ കാണാനായിട്ട് പരിമിതിയുണ്ട്. കാരണം അവർ ജീവിച്ചിരുന്ന ആ പരിസരത്തുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ജനങ്ങൾ ഭൂമിയിലൊക്കെയും ചിതറിപ്പോയി. ഈ ഭൂമിയെ മുഴുവനും മനുഷ്യർ നിറച്ചു. എല്ലാ ഭൂഖണ്ഡങ്ങളിലും ജനജീവിതം എത്തിപ്പെട്ടു. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അവിടെ ഇവിടെയും ഇസ്രായേലിൽ 2-3 പേര് മാത്രം ജീവിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാകുകയില്ല എന്നുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി കുറേ കൂടെ വികസനമാകുന്നു. ആൻഡ് ഗോഡ് ഡസ് തിങ്സ് അറ്റ് എ നാഷണൽ ലെവൽ, നോട്ട് അറ്റ് എ പേഴ്സണൽ ലെവൽ ഓർ ആൻ ഇൻഡിവിജ്വൽ ലെവൽ, ബട്ട് അറ്റ് എ നാഷണൽ ലെവൽ. ഒരു ദേശീയ തലത്തിൽ കുറേ കൂടെ ആളുകൾക്ക് കാണത്തക്ക തരത്തിൽ ഒരു പുതിയ പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റെപ്പ്, ദൈവത്തിൻ്റെ വെളിപ്പാടിൻ്റെ, ദൈവത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയുടെ 2-ാം പടിയിലേക്ക് ദൈവം പ്രവേശിക്കുന്നു. 1-ാം പടി വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുക, 2-ാം പടി ഒരു ദേശത്തെ തന്നെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ തന്നെ മാതൃകയാക്കുക എന്നുള്ളതാണ്. അതിന് ദൈവം തുടങ്ങുന്നതിൻ്റെ ചരിത്രമാണ് 12-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ദേശത്തിൻ്റെ പേരും അതിന് ദൈവം ഉപയോഗിച്ച ആളുകളുടെ പേരും ഒക്കെ നിങ്ങൾക്കെല്ലാം അറിയാം. ഞാനത് ഒരുപാട് സമയം വിവരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് പറയാതെ മുന്നോട്ട് പോകാനായിട്ട് ഒക്കുകയില്ല. വൈ ഡിഡ് ഗോഡ് ഡു ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു ജനത്തെ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിച്ചത്? അങ്ങനെ തീരുമാനിച്ചപ്പോൾ ദൈവം ആദ്യം ചെയ്ത ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഇതാണ് ദൈവത്തിൻ്റെ എപ്പോഴത്തെയും പരിപാടി. ഒരു രാഷ്ട്രം ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ ആ രാഷ്ട്രം മുഴുവൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഒരു അബ്രഹാമിൽ നിന്നാണ്. ഒരു മനുഷ്യജാതി മുഴുവൻ ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ ദൈവം ആരിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഒരു ആദാമിൽ നിന്നാണ്. ഒരു പുതിയ സഭ അല്ലെങ്കിൽ പുതുതായി ജനിച്ച ഒരു കൂട്ടം ഉണ്ടാകണമെന്ന് വിചാരിച്ചാൽ ഒരു യേശുവിൽ നിന്നാണ് ദൈവം അത്. സോ ദിസ് ഈസ് ഗോഡ്സ് പ്രോഗ്രാം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ദൈവം ഈസ് ആഫ്റ്റർ മാൻ ആൻഡ് നോട്ട് മെത്തേഡ്സ് ഓർ പ്രോജക്ട്സ്. നമ്മൾ പ്രോജക്റ്റുകളും മെത്തേഡുകളും നോക്കി നടക്കുമ്പോൾ ദൈവം ചില ആളുകളെ നോക്കിയാണ് നടക്കുന്നത്. ആദ്യം ഒരു ആദാം, പിന്നെ ഒരു അബ്രഹാം, പിന്നെ ഒരു യേശു, അല്ലേ, ഒരു ദാവീദ്, ഒരു ഡാനിയേൽ. അതുകൊണ്ട് നമുക്ക് ആളുകൾ പ്രധാനപ്പെട്ടതാണ്. ഇനിയുള്ള അധ്യായങ്ങളെല്ലാം ദൈവം 4 ആളുകളെക്കുറിച്ച് പറയാൻ, അല്ല ചിലപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ 2000 കൊല്ലത്തെ ചരിത്രം പറയാൻ 11 അധ്യായം ഉപയോഗിച്ച ദൈവം 4 ആളുകളെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ വാചാലനായി. എത്ര അധ്യായങ്ങൾ പറഞ്ഞിട്ടും അങ്ങോട്ട് തീരുന്നില്ല. അബ്രഹാമിനെക്കുറിച്ച് 12-ാം അധ്യായം മുതൽ തുടങ്ങിയിട്ട് 23-ാം അധ്യായമായിട്ടും അത് തീരുന്നില്ല. അതുകൊണ്ട് പിന്നീട് നമ്മൾ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിലും റോമാലേഖനത്തിലും യാക്കോബിൻ്റെ ലേഖനത്തിലും ഒക്കെ പിന്നെയും ആരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്? അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇസ്ഹാക്കിനെക്കുറിച്ചും ജോസഫിനെക്കുറിച്ചും
ഒക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിമ്രോദിനെക്കുറിച്ചോ കയ്യനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഈ കേട്ട പട്ടണ സംസ്കാരത്തെക്കുറിച്ചോ ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഈ പട്ടണ സംസ്കാരത്തിന് എന്ത് സംഭവിച്ചു എന്ന് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 17ഉം 18ഉം അധ്യായത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ക്ലോസ് ആയി എന്നുള്ളത് പറയുന്നുണ്ട്, ഇതെങ്ങനെ തുടർന്നു എന്നുള്ള കാര്യം പറയുന്നില്ല. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രതിപാദന രീതി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ താല്പര്യം എന്നിലും നിങ്ങളിലുമാണ്, മനുഷ്യരിലാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവം ഭൂമിയിലെല്ലാം കുടിയിരിപ്പാൻ ഒരു മനുഷ്യനിൽ നിന്ന് സകല ലോകത്തെയും സൃഷ്ടിച്ചു. ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. അത് നമ്മൾ കാണണം. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്തായിരുന്നു ഇവിടെ ഒരു ജനത്തെ, ഒരു ജാതിയെ തിരഞ്ഞെടുക്കാൻ ദൈവം തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ചേതോവികാരം എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഒന്ന് ദൈവം ഇതുവരെ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഗോഡ് റിവീൽഡ് ഹിസ് വിൽ. ദൈവം തൻ്റെ ഹിതം ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ബട്ട് നോട്ട് ഇൻ എ റിട്ടൺ ഫോം. അതൊരു എഴുതപ്പെട്ട രീതിയിലായിരുന്നില്ല. ആദാമിനോടും ഹവ്വായോടും ദൈവം ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞു, പക്ഷേ എഴുതി കൊടുത്തില്ല. എഴുതി കൊടുത്തോ? ഇല്ല. പിന്നീട് കയീനും ഹാബേലും ദൈവത്തെ ആരാധിച്ചപ്പോൾ ഇങ്ങനെ ആരാധിക്കേണ്ട രീതി ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യം സംസാരിച്ചെങ്കിലും എഴുതി കൊടുത്തില്ല. കൊടുത്തോ? എഴുതി കൊടുത്തില്ല. പിന്നെയും നിങ്ങൾ മുമ്പോട്ട് നോക്കിയാൽ ദൈവം നോഹയോടൊരു ഉടമ്പടി ചെയ്തു. ഒരു അടയാളവും മഴവിലും ഒക്കെ കൊടുത്തെങ്കിലും ഒന്നും എന്ത് ചെയ്തില്ല? എഴുതി കൊടുത്തില്ല. എന്നാൽ ദൈവത്തിന് മനസ്സിലായി, ഇങ്ങനെ പറഞ്ഞാൽ മനുഷ്യൻ മറന്നുപോകും. നിങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. എത്ര പ്രസംഗം കേട്ടാലും എത്രയെല്ലാം നമ്മൾ പഠിച്ചാലും നമ്മൾ മറന്നു പോകുന്നു, ഒന്നും ഓർത്തിരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും പേനയും ബുക്കും ഒക്കെ കൊണ്ടിരിക്കുന്നത്, അത് റെക്കോർഡാക്കുന്നത്, ഡിജിറ്റൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം നമ്മൾ മറന്നുപോകും. പുതിയ നിയമത്തിലാണെങ്കിൽ പെണ്ണുങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പഠിച്ചിട്ടും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്താത്ത പെണ്ണുങ്ങൾ. കാരണം കൂടുതൽ വായിക്കുന്നതും എഴുതുന്നത് ചിലപ്പോൾ പെണ്ണുങ്ങളായിരിക്കും. പക്ഷേ എന്താണെന്ന് ചോദിച്ചാൽ ഏതപ്പാ കോതമംഗലം എന്നാരോ പറഞ്ഞതുപോലെ ഒരു പിടിയില്ലാത്ത തരത്തിൽ ഇരുന്ന് കളയും. അതുകൊണ്ട് അങ്ങനെ ഇരിക്കാതിരിക്കാൻ ദൈവത്തിനൊരു തീരുമാനം. ദൈവം മനസ്സിലാക്കി ഇതെല്ലാം എഴുതി കൊടുക്കണം. ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ ഇല്ലേ, ദൈവം എഴുതി കൊടുത്തോ? എഴുതി കൊടുത്തോ? യെസ്. അപ്പം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് തന്നെ കൽപ്പലകയിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എഴുതി കൊടുത്താലെങ്കിലും, പറഞ്ഞിട്ട് നന്നാകുന്നില്ല, എഴുതി കൊടുത്താലെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ജീവനക്കാരെന്തെങ്കിലും കുഴപ്പം കാണിക്കുമ്പോൾ ആദ്യം വിളിച്ച് വാർണൊക്കെ ചെയ്യും. പിന്നെ അടുത്തതായിട്ട് എന്ത് ചെയ്യും? മെമ്മോ അടിച്ച് കൈ കൊടുക്കും. അതെന്തിനാ? പറഞ്ഞാൽ പോരെ, നേരത്തെ പറഞ്ഞാൽ രേഖയില്ല. അതുകൊണ്ട് നമ്മൾ രേഖയാക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ടൊരു മെമ്മോ അടിച്ച് കൈ കൊടുക്കും, അത് രേഖയാക്കി അതിന് റിട്ടേൺ മറുപടി തരണമെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ ദൈവം മനുഷ്യനോട് പല കാര്യങ്ങൾ പറഞ്ഞു നോക്കി, പക്ഷേ നന്നാകുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അടുത്ത പടിയായിട്ട് ദൈവം ചെയ്ത കാര്യം, ദൈവത്തിൻ്റെ കരുണയെ ദൈവം ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം എഴുതി കൊടുത്തു. അപ്പോൾ എഴുതി കൊടുത്താൽ ഇത് മേടിക്കാൻ ആരെങ്കിലും വേണ്ടേ? ദൈവം എഴുതി കൊടുത്താൽ somebody should be there to receive this. എന്നിട്ട് ഇപ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം എന്താണ്? ഇത് എഴുതി തന്നിട്ട് അത് പോയി വായിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി നമ്മുടെ ദൈവത്തിന് വരുന്ന പാടൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എത്രമാത്രമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാൻ വേണ്ടി ദൈവം ആദ്യം വെളിപ്പാടുകൾ തന്നു, പിന്നെ അത് എഴുതി കയ്യിൽ തന്നു. ഇപ്പം ഹൃദയത്തിൽ എഴുതിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിട്ട് അവൻ്റെ ചട്ടങ്ങളിൽ നമ്മളെ അന്നേരം നമ്മൾ പറയുകയാണ്, ഇത്തിരി വെള്ളം കോരി പരിശുദ്ധാത്മാവിനെ ഒഴിച്ച് കെടുത്തി കളയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്താൻ മനുഷ്യൻ ഒരിക്കലും താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ ദൈവം എന്തിനാണ് ഈ ജനത്തെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എഴുതി അവരുടെ കയ്യിൽ കൊടുക്കാൻ. എന്നിട്ട് അവരോട് പറയുകയാണ്, ഈ എഴുതി കിട്ടിയ അത് കൊടുക്കുമ്പോൾ അവർ തന്നെയും പറയുന്നുണ്ട്, ദൈവവും പറയുന്നുണ്ട്, ഈ പ്രമാണങ്ങളൊക്കെ മേടിക്കുവാൻ തക്കവണ്ണം ഇത്ര ശ്രേഷ്ഠ ജാതി വേറെ ആരുള്ളൂ. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ് എന്നവർക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ പ്രിവിലേജ് ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ എന്ത് ചെയ്തു? ഈ സാധനം മേടിച്ച് അവിടെ വെച്ചേച്ച് അവർക്ക് തോന്നിയ പോലെ അവർ ജീവിച്ചു. അപ്പോൾ ദൈവം ഈ പ്രമാണം എഴുതി കൊടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നോട്ട് ഓൺലി ടു റിസീവ് ദ വേർഡ് ബട്ട് ഓൾസോ ടു ലിവ് അക്കോർഡിംഗ്ലി. ഈ കിട്ടിയ പ്രമാണത്തിനനുസരിച്ച് ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് ലോകത്തിലെ ജനങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ.
അതിനാണ് ദൈവം ഒരു ജനത്തെ തനിക്കായിട്ട് തിരഞ്ഞെടുത്തത്. ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായോ? ഒന്ന്, ദൈവത്തിൻ്റെ മനസ്സിലിരുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ എഴുതി. അങ്ങനെയല്ല ഇപ്പോൾ നമുക്കും എന്തെഴുതി തന്നിരിക്കുന്നത്? വചനം എഴുതി തന്നിരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തിലിരുന്ന, ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. എന്തിനാ? ഈ വചനം വീട്ടിൽ കൊണ്ടുവന്ന് തലയ്ക്ക് വെച്ചേക്കാനല്ല, ഇത് വായിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ. അത് മാത്രമല്ല, ഞാൻ 2 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഒന്ന്, ദൈവത്തിൻ്റെ വചനം, എഴുതപ്പെട്ട വചനം സ്വീകരിക്കുവാൻ. 2, ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം ക്രമീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിച്ച് കാണിക്കുവാൻ മറ്റുള്ളവരെ. 3, ഈ ജനത്തിൽ കൂടി വേണം മാനവജാതിയെ രക്ഷിക്കുവാൻ യേശുക്രിസ്തു വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ. കാരണം ദൈവം ഒരു വാഗ്ദാനം ചെയ്തു, ഞാൻ സ്ത്രീയുടെ സന്തതിയെ എഴുന്നേൽപ്പിക്കും, ഇല്ലേ? ഉൽപ്പത്തി 3:15 നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവിടെയാണ് ആദ്യം ദൈവം ഒരു രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം കൊടുത്തത്. ആ വാഗ്ദാനത്തിൽ പറഞ്ഞു, ഞാൻ സ്ത്രീയുടെ സന്തതി. സ്ത്രീക്ക് സാധാരണ സന്തതിയില്ല, സന്തതി പുരുഷനാണ്. സീഡ് എന്ന് പറയുന്നത് പുരുഷനുള്ളതാണ്, സ്ത്രീക്കുള്ളതല്ല. പക്ഷേ പുരുഷൻ ഇല്ലാതെ സ്ത്രീയുടെ സന്തതിയായി ഒരാൾ ജനിക്കും എന്ന്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഈ വാഗ്ദാനം ദൈവം പണ്ടേ കൊടുത്തിരുന്നതാണ്. പക്ഷെ അത് ആരെങ്കിലും ഒരാളിൽ കൂടിയേ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനൊരു ജനതയെ ലഭിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഒരു ജനത്തെ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഒരു ജനത്തെ ഇങ്ങനെ എടുക്കാം എന്ന് തീരുമാനിച്ചത്? 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോ? 1, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുവാൻ. 2, മേടിച്ച വചനപ്രകാരം ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ. 3, അവരിൽ കൂടി യേശുക്രിസ്തു ലോകത്തിൽ വെളിപ്പെടുവാൻ. ഈ 3 ലക്ഷ്യങ്ങളോടെയാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്, ദൈവത്തിൻ്റെ ഒരു ജനത്തെ ദൈവം തിരഞ്ഞെടുത്തത്. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലേക്ക്, പ്രാക്ടിക്കൽ ലെവലിലേക്ക്, അതൊക്കെ ആയിരിക്കും അവരുടെ കേസ്. ഞങ്ങൾക്ക് എന്ത് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവിക പദ്ധതി എന്താണ്? ഇത് തന്നെയാണ്. എന്താണ്? എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം കയ്യിലെടുക്കുവാൻ, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ഒരു സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ, നമ്മൾ വഴി അനേകർ യേശുക്രിസ്തുവിനെ കാണുവാൻ. വി മസ്റ്റ് റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ലിവ് എ ലൈഫ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, ആൻഡ് സോ മെനി പീപ്പിൾ ഷുഡ് സീ ക്രൈസ്റ്റ് ത്രൂ അവർ ലൈഫ്. ഇത് തന്നെയാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യം. അപ്പോൾ ആ ലക്ഷ്യം ഒരു ഡെമൺസ്ട്രേഷൻ ലെവലിൽ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് സഭയുണ്ടായ സമയത്തും ഈ തർക്കങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം വായിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാം, യാക്കോബ് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ദൈവം തൻ്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ തിരഞ്ഞെടുത്ത വിവരം ശിമോൻ വിവരിച്ചുവല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ദൈവം തൻ്റെ നാമത്തിനായി ഒരു ജനത്തെ തിരഞ്ഞെടുത്തു. എന്ത് കാര്യത്തിന് വേണ്ടി? ടു ഹോൾഡ് ദ വേർഡ് ഓർ ടു റിസീവ് ദ വേർഡ് ആൻഡ് ടു ലിവ് അക്കോർഡിംഗ് ടു ദ വേർഡ് ആൻഡ് സോ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വിൽ കം ടു ദിസ് വേൾഡ് ത്രൂ ദം. ഈ 3 കാര്യങ്ങളാണ് എപ്പോഴും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉള്ളതെന്നുള്ള കാര്യം നിങ്ങളും മറന്നു പോകരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കയ്യിലിപ്പോൾ ദൈവത്തിൻ്റെ വചനമുണ്ട്, സ്തോത്രം. പക്ഷേ ആ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടണം. നമ്മളിൽ കൂടിയാണ് അനേകർ കർത്താവായ യേശുക്രിസ്തുവിനെ കാണേണ്ടത്. നമ്മളെ കാണുന്നവർ, പീപ്പിൾസ് ഹു സീ യു ആൻഡ് മീ മസ്റ്റ് സീ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ഇവിടെ ചേരുവാൻ സ്നാനമേറ്റ നാം ആരെ ധരിച്ചിരിക്കുന്നു? ക്രിസ്തുവിനെ. അപ്പോൾ നമ്മെ കാണുന്നവർ ആരെ കാണണം? അതാണ് യഹൂദന്മാരെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ കാര്യത്തിൽ അവർ പരാജയപ്പെടുന്നതും അവരെ ദൈവം പിന്നെയും ഡീൽ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയത്തെ 2000 കൊല്ലത്തെ ചരിത്രത്തിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് ഈ മുഖവരിയോടുകൂടെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് 4 വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്. ഈ 4 പേരെക്കുറിച്ചും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ വിശദമായിട്ട് അവരെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വേദപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും ആദ്യം തന്നെ നിങ്ങൾ കാണുന്ന ആളുകളുമാണ്. എങ്കിലും അവരെ നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കണം. ബൈബിൾ സർവേ പഠിക്കുമ്പോൾ ഈ ആളുകളെ പരിചയപ്പെട്ട് പോയാൽ മതി. ബാക്കി മുമ്പോട്ട് നിങ്ങൾ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചോളൂ എന്നുള്ളത് കൊണ്ട് വി ഡോണ്ട് സ്പെൻഡ് ടു മച്ച് ഓഫ് ടൈം ഹിയർ. അബ്രഹാമിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ക്ലാസ് എടുക്കാം.
ഇസ്ഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും ജോസഫിനെ കുറിച്ചും മിക്കവാറും പല സഭകളിലും ഇതിഷ്ടം പോലെ നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി സമയം എടുക്കുന്നില്ല. എന്നാൽ സംക്ഷിപ്തമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം അബ്രഹാമിനെക്കുറിച്ചും ഇസ്ഹാക്കിനെക്കുറിച്ചും യാക്കോബിനെക്കുറിച്ചും ജോസഫിനെക്കുറിച്ചും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒന്ന്, അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത് ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളും എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 8 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളും വാക്യങ്ങളും, എബ്രായ ലേഖനം 11-ൻ്റെ 8 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും, റോമാലേഖനം 4 അധ്യായത്തിൻ്റെ 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും, യാക്കോബിൻ്റെ ലേഖനം 2:23 നിങ്ങൾ വായിച്ചിരിക്കണം. 2-ാം അധ്യായം മുഴുവൻ വായിക്കണം, 23-ാം വാക്യമെങ്കിലും വായിച്ചിരിക്കണം. അപ്പോൾ ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരുന്നു. അബ്രഹാമിനെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട 2 കാര്യങ്ങൾ: അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു, അല്ലെങ്കിൽ ഹാനോക്കിനെ പോലെ നോഹയെ പോലെ അബ്രഹാമും ആരുടെ കൂടെ നടന്നു? ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്കും നോഹയുമൊക്കെ ദൈവത്തോടു കൂടെ നടന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് ഡീറ്റെയിൽ ചെയ്തിട്ടില്ല. നിങ്ങൾ ബൈബിളിൻ്റെ പ്രതിപാദന രീതി നോക്കിയാൽ ഹാനോക്ക് നടന്നപ്പോൾ ഒന്നും തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നോഹയുടെ കാര്യം വന്നപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. അബ്രഹാമിൻ്റെ കാര്യം വന്നപ്പം കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ദൈവം എപ്പോഴും കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. സിമ്പിൾ ബിഗിനിങ്, ലിറ്റിൽ മോർ, ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഹാനോക്കിനെ കുറിച്ച് ദൈവത്തോടു കൂടെ നടന്നെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നോഹയോട് കൂടെ നടന്നപ്പം ചില കാര്യങ്ങളൊക്കെ നോഹയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. വീഴ്ചകളൊന്നും സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. നോഹ അങ്ങനെ തന്നെ ചെയ്തു, ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്നാൽ അബ്രഹാമിൻ്റെ കൂടെ ദൈവം നടക്കാൻ തുടങ്ങിയപ്പോഴാണ്, അബ്രഹാമും ദൈവം കൊണ്ട് സ്നേഹിതന്മാരായപ്പോഴാണ് വീഴ്ചകളൊക്കെ വെളിപ്പെട്ട് വരാൻ തുടങ്ങിയത്. ഇസ്ന്റ് ഇറ്റ്? അബ്രഹാം നുണ പറഞ്ഞിട്ടില്ല. നുണ പറയുന്നു. പിന്നെ ദൈവം ഒരു മകനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു മകൻ ഉണ്ടാകാൻ വേറൊരു വഴി തേടുന്നു. ഇങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അബ്രഹാം. എങ്കിലും ദൈവം അവനെ വിട്ടുകളയുന്നില്ല. 17-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, നീ എൻ്റെ മുമ്പാകെ നടന്ന് വായിച്ചാട്ടെ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഐ എം എ പെർഫെക്റ്റ് ഗോഡ്, യു ഓൾസോ ട്രൈ ടു ബി പെർഫെക്റ്റ് എന്ന് ദൈവം പഠിപ്പിക്കുക. ഞാൻ പൂർണ്ണതയുള്ള സർവ്വശക്തിയുള്ള ദൈവമാണ്, എൻ്റെ കൂടെയാണ് നീ നടക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെയാണ് നീ ഇപ്പം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നിനക്ക് ആ സൽഗുണപൂർത്തിയില്ല. ബട്ട് യു ഓൾസോ ട്രൈ ടു ബി ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു ശ്രമം നിൻ്റെ ഉള്ളിൽ, ഒരാഗ്രഹം നിൻ്റെ ഉള്ളിൽ, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിൻ്റെ നടപ്പിൽ ഒരു മടുപ്പില്ലാതെ ഇത് പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ. അങ്ങനെ ശ്രമിച്ചാൽ നിനക്ക് ഞാൻ കൃപ തരും. ഞാൻ സർവ്വശക്തിയുള്ള ദൈവമായതുകൊണ്ട് ഐ വിൽ ബ്ലെസ് യു ഇൻ സച്ച് എ വേ. ആ നിലയിലേക്ക് എത്താൻ ഞാൻ നിന്നെ അപ്പോൾ അബ്രഹാം മുതൽ നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ കാണേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, തികഞ്ഞ ഐക്കൺസ് അല്ലെങ്കിൽ തികഞ്ഞ രൂപങ്ങൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കൊണ്ടൊന്ന് പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളെപ്പോലെ അബ്രഹാം നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, ഇല്ലേ? ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള, ആ വാക്യം ഉള്ളതുകൊണ്ട് ഞാൻ മറ്റേത് പറഞ്ഞത്. ഇസഹാക്ക് എല്ലാം നമുക്ക് നമ്മളെപ്പോലുള്ള ആളുകളാണ്. അവരെ ദൈവം എങ്ങനെ രൂപാന്തരപ്പെടുത്തി എടുത്തു എന്നുള്ള കാര്യമാണ് ഇനിയുള്ള പഠനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ വേദപുസ്തകത്തിൽ 2930 വ്യക്തി ജീവിതങ്ങളുണ്ട്. 2930 2930 വ്യക്തികളുടെ ജീവിതമാണ് വേദപുസ്തകത്തിൽ വരച്ചിട്ടിരിക്കുന്നത്. ഈ വ്യക്തി ജീവിതങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് ദൈവം ഓരോരുത്തരെ തിരുത്തുകയും നന്നാക്കി എടുക്കുകയും ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ ഇതെല്ലാം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ, അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എവിടുന്നാണ് ഇങ്ങനെയുള്ളൊരു ജീവിതചര്യയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, ഇറ്റ് ഓൾ ബിഗിൻസ് ഫ്രം എ കോൾ. ഗോഡ് കോൾഡ് എബ്രഹാം. ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ ഒരു കാര്യത്തിനായിട്ട്, ഒരു ദൗത്യത്തിനായിട്ട് ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. വായിച്ചാട്ടെ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക.
അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം അവനെ വിളിച്ചിട്ട് ഒരു ദൗത്യം അവനെ ഏൽപ്പിക്കുകയാണ്. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുന്നത് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് അശരീരിയായിട്ടാണോ ദൈവം നേരിട്ട് വന്നിട്ടാണോ എന്നൊന്നും നിശ്ചയമില്ല. നമുക്ക് വലിയ ആഗ്രഹമില്ല അറിയാൻ എന്ന് ഞാൻ കരുതുന്നു. ഏതാണെങ്കിലും ദൈവം നമ്മളോട് അരുളി ചെയ്യാറുമില്ല. അബ്രഹാമിനോട് അരുളി ചെയ്യുമെങ്കിലും ചെയ്തല്ലോ എന്ന്. എന്നാൽ കുറേ കൂടെ കഴിഞ്ഞ് നിങ്ങൾ മോശയെക്കുറിച്ചൊക്കെ വായിക്കുമ്പം ഒരു മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാമിന് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ ആർക്കറിയാം? ഒന്നും അറിയാൻ പാടില്ല. പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, അരുളി ചെയ്തു. പക്ഷെ അങ്ങനെ അല്ല. നിങ്ങൾ പുസ്തകം കുറേ കൂടെയൊക്കെ ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ആക്ട്സ് ഓഫ് ദി അപ്പോസൽസ് ചാപ്റ്റർ 7:2, സ്തേഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ ഒരു കാര്യം എടുത്തു പറയുകയാണ്. എന്താണ് എടുത്തു പറയുന്നത്? തേജോമയനായ ദൈവം അബ്രഹാമിന് 7:2 അപ്പോസ്തല പ്രവൃത്തി. സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേൾക്കുവിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുൻപേ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസപ്പൊത്തോമയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. ഹി വാസ് മേക്കിംഗ് ഗോൾഡൻ ഗോഡ്സ്. അബ്രഹാം എന്ത് ചെയ്തുകൊണ്ടേയിരുന്നത്? സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും മരം കൊണ്ടും ഒക്കെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവനായിരുന്നു. ഗോൾഡൻ ഗോഡ്സ് അല്ലേ? നമ്മുടെ വിഗ്രഹത്തിന് മൂല്യം കൂടുന്നത് നമ്മൾ ഗോൾഡൻ ഗോഡ്സിനെ ഉണ്ടാക്കുമ്പോഴും തങ്ക അങ്കി അണിയിക്കുമ്പോഴും പൊന്നിൽ തീർക്കുന്ന വിഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പോഴും ഒക്കെയാണ്. എന്നാൽ എന്തിനാണ് അങ്ങനെ തീർക്കുന്നതെന്ന് ചോദിച്ചാൽ അത്രയും ഗ്ലോറിയെങ്കിലും അത്രയും തേജസ്സെങ്കിലും ഒന്ന് വെളിപ്പെട്ട് വരാൻ. കല്ലുകൊണ്ടോ മരം കൊണ്ടോ ആണെങ്കിൽ അതിനത്രയും ഒരു പ്രഭയില്ല. ഒരു പ്രഭാവലയം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു മൂല്യമുള്ളതായിട്ട് ആളുകൾക്ക് തോന്നുകയുള്ളൂ. പള്ളിയിലെ കുരിശൊക്കെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, മറ്റേ നോക്കിയില്ലെങ്കിൽ. കർത്താവ് മരിച്ചത് മരക്കുരിശിൽ. ഇന്ന് പള്ളിയിലും ആളുകളുടെ കയ്യിൽ ഇരിക്കുന്ന കുരിശൊക്കെ അതിൻ്റെ മരക്കുരിശ് എടുക്കാത്തത് വെയിറ്റ് കൂടുതലായതുകൊണ്ടാണോ? അതിനാണൊരു പ്രഭയുള്ളത്, അതിനാണൊരു വിലയുള്ളത്, അതിനാണൊരു വെയിറ്റ് ഉള്ളത് അല്ലേ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ കിലോ വെയിറ്റ് അല്ല, അതിനാണൊരു മൂല്യം. വെരി ഗുഡ്, അതിനാണൊരു മൂല്യമുള്ളത്. അപ്പോൾ മൂല്യമുള്ള സാധനങ്ങൾ കൊണ്ട് ഇതിന് ഇത്രയും മൂല്യമുണ്ട് എന്ന് ഗോൾഡൻ ഗോഡ് എന്ന് ഞാൻ പറയും. അപ്പോഴാണ് എ ഗ്ലോറിയസ് ഗോഡ്. അവർ ഗോഡ് ഈസ് നോട്ട് എ ഗോൾഡൻ ഗോഡ്, അവർ ഗോഡ് ഈസ് എ ഗ്ലോറിയസ് ഗോഡ്. തേജോമയനായ ദൈവം. എന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ അബ്രഹാമെ, നിനക്ക് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എൻ്റെ തേജസ് നീ ഒന്ന് നോക്കാൻ. മോശയോട് അത് തന്നെ പറഞ്ഞത്. മോശ മുൾപ്പടർപ്പ് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സാണ് കണ്ടിട്ട് മുൾപ്പടർപ്പ് കത്തുന്നു, എന്നാലത് വെന്തു പോകുന്നില്ല. അങ്ങനൊരു സംഭവം ഇതുവരെ ആര് കണ്ടിട്ടില്ല? മോശ കണ്ടിട്ടില്ല. അപ്പം ദൈവം അബ്രഹാമിന് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇൻ ഓൾ ഹിസ് ഗ്ലോറി. അതുകൊണ്ടാണ് ഈ മുമ്പോട്ട് നിങ്ങൾ വായിച്ചു വരുമ്പോൾ 3 പേര് വീട്ടിൽ വന്നപ്പോൾ ഒക്കെ അബ്രഹാം ഓടിച്ചെന്ന് എത്ര മാവെടുത്തു? 3 ഇടങ്ങഴി. നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ 3 ഇടങ്ങഴി എടുക്കുമോന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. 3 ഇടങ്ങഴി ഉണ്ടാക്കിയാൽ തിന്നാൻ പറ്റുമോ? അത്രയും 3 ഇടങ്ങഴി മാവെടുത്തു, ഓടിച്ചെന്നു, തിടുക്കത്തിൽ ഇതൊക്കെ തയ്യാറാക്കി കൊണ്ടുവച്ചതൊക്കെ യജമാനന്മാരെ വീട്ടിൽ വന്നല്ലോ, ഇത് കഴിച്ചേച്ചേ പോകാവൂ എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹി ഹാഡ് എ ക്ലിയർ വിഷൻ അബൌട്ട് ഹൂ ഗോഡ് ഈസ്. ദൈവം ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ദർശനം ആർക്ക് കിട്ടിയിട്ടുണ്ട്? അബ്രഹാമിന് ചില വീഴ്ചകളും കുഴപ്പങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. ദൈവം അവനോട് സംസാരിച്ചു, ദൈവം അവനെ വിളിച്ചു, ദൈവം അവനുമായിട്ട് നിയമം ചെയ്തു. ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ആദ്യം ഓർമ്മിപ്പിക്കാനുള്ളത്. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു, ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു, ദൈവം അബ്രഹാമിനെ വിളിച്ചു, ദൈവം അബ്രഹാമുമായിട്ടൊരു ഉടമ്പടി, ഒരു എഗ്രിമെൻ്റ് ചെയ്തു, ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നൊക്കെ പറയാം. നമ്മൾ ആദ്യത്തെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാം. 7 അനുഗ്രഹങ്ങൾ കൊടുത്തു. എന്തൊക്കെയാണ്? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 1, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അബ്രഹാമിനോട് പറഞ്ഞത് നിന്നെ അനുഗ്രഹിക്കുമെന്ന് മാത്രമല്ല, നിന്നെ തെരഞ്ഞെടുത്തേക്കുന്നത് എന്തിനാണ്? സോ ദാറ്റ് ദ ഹോൾ നേഷൻസ് വിൽ ബി ബ്ലസ്ഡ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പം ഭൂമിയിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കാൻ
ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം ഒരാളെയാണ് തിരഞ്ഞെടുത്തത്. ഇതുപോലെ ദൈവം ഭൂമിയിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഒരു യേശുവിനെ അയച്ചത്. അതുകൊണ്ട് ഒരാളെ ദൈവം എഴുന്നേൽപ്പിച്ചത് ആ ആളെ അനുഗ്രഹിക്കാൻ മാത്രമല്ല, ഭൂമിയിലുള്ള സകല ജാതികളെയും അനുഗ്രഹിക്കാനായിട്ടാണ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അബ്രഹാമുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ചെയ്തത് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതൊന്ന് നമുക്ക് ഓടിച്ചു നോക്കിയാൽ 13-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ, 15-ാം വാക്യം വായിച്ചാലും മതി. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെ ആക്കും. കണ്ടോ, അബ്രഹാമിനോട് ദൈവം വീണ്ടും നിയമം ചെയ്യുന്നു. 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിച്ചാൽ, അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ എൻ്ററിംഗ് ഇൻടു എ കവനന്റ്. 17-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേകം ജാതികളാക്കും. അപ്പോൾ എത്ര പ്രാവശ്യം ദൈവം അബ്രഹാമിനോട് ഇടപെടുന്നു, നിയമം ചെയ്യുന്നു നോക്കുക. 22-ന്റെ 15 മുതലുള്ള വാക്യങ്ങൾ, 17 മാത്രം വായിക്കാം. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. വീണ്ടും 26-ാം അധ്യായത്തിലും 28-ാം അധ്യായത്തിലും ഒക്കെ ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ പറയുമ്പോൾ അബ്രഹാമിനോട് ചെയ്ത നിയമം റിമൈൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് അബ്രഹാമിനോട് ചെയ്ത ദൈവത്തിൻ്റെ നിയമം എന്നുള്ളത് 17-ാം അധ്യായത്തിൻ്റെ 19, 21 വാക്യങ്ങളിൽ വായിക്കാം. 17-ാം അധ്യായത്തിൻ്റെ 19, 21. ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും. നീ അവന് യിസ്ഹാക്ക് എന്ന് പേരിടണം. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും നിന്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. എൻ്റെ നിയമത്തെ നിത്യനിയമമായി ഉറപ്പിക്കും. അപ്പോൾ ദൈവം അബ്രഹാമിനോടൊരു ഇറ്റേണൽ കവനന്റ്, ഒരു നിത്യനിയമം ചെയ്തു, അത് ഉറപ്പിച്ചു. അത് ആവർത്തിച്ച് അബ്രഹാമിനോട് ദൈവം ഉറപ്പിച്ചു കൊടുത്തു. എന്താണ് ആ നിയമം? നിന്നെ ഒരു വലിയ ജാതിയാക്കും, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ പാക്കേജ്, ഒരു ഉടമ്പടിയുടെ പാക്കേജ്. പിന്നെ ആ ഉടമ്പടിക്ക് ഒത്തിരി ക്ലോസുകളൊക്കെ ഉണ്ട്. ആ ക്ലോസുകളൊക്കെ എങ്ങനെ ദൈവം വർക്കൗട്ട് ചെയ്തു, ഏതെല്ലാം തരത്തിൽ ദൈവത്തിന് അബ്രഹാമിനെ രൂപപ്പെടുത്തി എടുക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പഠിക്കാം. എന്നാൽ ഞാൻ അബ്രഹാമിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. ബാക്കിയുള്ളത് നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതുകൊണ്ട്, പഠിച്ചിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് ആ കാര്യം മാത്രം പഠിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അബ്രഹാമിൻ്റെ ജീവചരിത്രം നമുക്ക് 3 വാക്കുകളിൽ സംഗ്രഹിക്കാം എന്ന് ഞാൻ പറയാറുണ്ട്. 12-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് കിഴക്കുള്ള മലയിലേക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. 3 പദങ്ങൾ നിങ്ങൾ അടിയിൽ വരയ്ക്കുക: യാഗപീഠം, കൂടാരം, യാത്ര. അബ്രഹാമിൻ്റെ ജീവചരിത്രം 3 വാക്കുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് അബ്രഹാം ചെയ്ത കാര്യങ്ങൾ? യാഗപീഠം, കൂടാരം, യാത്ര. കാരണം അബ്രഹാമിനെ ദൈവം എന്തിനാണ് വിളിച്ചത്? നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ഞാൻ നിന്നെ കാണിച്ചില്ല, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിട്ട് പുറപ്പെട്ട് വരിക. ബാക്കി പിന്നെ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അബ്രഹാം എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം, ഇല്ലേ? യാത്ര ചെയ്യണം. അതുകൊണ്ട് നമ്മളിപ്പോൾ വായിച്ചെടുത്തുണ്ടായിരുന്നല്ലോ, അബ്രഹാം പിന്നെയും തെക്കോട്ട്. വായിച്ചാട്ടെ. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യാത്ര ചെയ്യുന്ന ഒരു അബ്രഹാം. എന്താ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവനെ വിളിച്ചത് യാത്ര ചെയ്യാനായിട്ടാണ്, അല്ലേ? വിളി മറന്നിട്ടില്ല. വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു, വിട്ടു പുറപ്പെട്ട് എൻ്റെ പുറകെ പോരെ, ഞാൻ നിന്നെ കാണിക്കാം. ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് പതുക്കിയൊക്കെ പോകായിരുന്നു. ഇത് കാണിച്ചിട്ടില്ലാത്തത് കൊണ്ട് ക്ലോസ് ആയിട്ട് ദൈവത്തിനോട് പോയെങ്കിൽ അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. സോ ഹി കെപ്റ്റ് ഗോയിങ് ആൻഡ് ഗോയിങ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ ദൈവവും നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്? വിളിച്ചിട്ടുണ്ട്. അവൻ്റെ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കലിങ്കാലൊന്നും കയറി ഇരുന്നേക്കരുത്. മനസ്സിലായി? ഇടയ്ക്ക് ക്ഷീണിച്ച് മടുത്ത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്ത് എവിടെയെങ്കിലും കുത്തിയിരുന്ന് ജീവിതം പാഴാക്കരുത്. യു കീപ് ഗോയിങ്. നിങ്ങൾ തിരക്കുള്ള എയർപോർട്ടുകളിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ
അവിടുത്തെ സ്റ്റെയറും അവിടുത്തെ ഇടനാഴികളും ഒക്കെ നിങ്ങൾ നടന്നു പോകുമ്പം ഒരു ചെറിയ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. എന്താണെന്നറിയാമോ? കീപ് ഗോയിങ്, കീപ് ഗോയിങ്, കീപ് ഗോയിങ്. ഇനി പോകുമ്പോഴെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. എന്താ കാര്യം? ആണെങ്കിൽ അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പരിചയത്തിലുള്ള അയൽവക്കത്തുള്ള ഒരു ടീമിനെ കണ്ടു. ഉടനെ പെട്ടിയും പ്രമാണമൊക്കെ അവിടെ വെച്ചിട്ട് ഓ കെട്ടിപ്പിടിച്ചോ, അയ്യോ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വർത്താനമൊക്കെ തുടങ്ങി. ഭയങ്കര സ്നേഹപ്രകടനം. അപ്പോൾ അങ്ങേപ്പുറത്ത് വേറൊരു ഫാമിലി വേറൊരു കൂട്ടരെ കണ്ടു. ചുരുക്കം പറഞ്ഞാൽ ആർക്കും മുമ്പോട്ടും പുറകോട്ടും ഒന്നും പോകാൻ പറ്റാതെ ട്രാഫിക് ജാം. വണ്ടിയൊന്നും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭയങ്കര ട്രാഫിക് ജാം. അതുകൊണ്ട് ഈ കെട്ടിപ്പിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്തോണമെന്നാണ് അവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കെട്ടിപ്പിടുത്തമൊക്കെ കൊള്ളാം, വാർത്തകളൊക്കെ കൊള്ളാം, പെട്ടി കൊള്ളാം, പ്രമാണം കൊള്ളാം, കീപ് ഗോയിങ്. ഇത് ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കീപ് ഗോയിങ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. എപ്പോൾ വരെ? അന്ത്യശ്വാസം വരെയും. അപ്പം കർത്താവ് നമ്മളോട് പറയുന്ന അബ്രഹാമിൽ കൂടി നമ്മളെ പഠിപ്പിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കീപ് ഗോയിങ്. ഇവിടെ എങ്ങും നിൽക്കരുത്, കീപ് ഗോയിങ്. ഇതൊന്നും നിങ്ങളുടെ നാടല്ല. നിങ്ങൾ അന്യരും പരദേശികളും താൽക്കാലികമായിട്ട് കടന്നു പോകുന്നവരുമാണ്. നിത്യനാട്ടിലേക്ക് നിങ്ങൾക്ക് പോകാനുണ്ട്. ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കീപ് ക്ലോസ് ടു ദ ഗൈഡ് എന്നും കൂടെ വേണേൽ പറയാം. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളെ ഗൈഡിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഗൈഡ് വിൽ ഗൈഡ് യു പ്രോപ്പർലി. സോ കീപ് ഗോയിങ് ആൻഡ് കീപ് ക്ലോസ് ടു ദ ഗൈഡ്. ഈ രണ്ട് കാര്യങ്ങളും ഓർത്തോണം. കീപ് ഗോയിങ് ആൻഡ് കീപ് ക്ലോസ് ടു ദി ഗൈഡ്. ആ ഗൈഡ് നിങ്ങളെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കും. അബ്രഹാം ചെയ്ത ഒരു കാര്യം അതാണ്. അവനെ വിളിച്ച വിളി അതായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നെന്ന് ചോദിച്ചാൽ ഹീ ഡ്വെൽറ്റ്. ഇങ്ങനെ യാത്രക്കാരനായതുകൊണ്ട് ഒരു മഹാധനികനായിരുന്നെങ്കിലും അദ്ദേഹം തനിക്ക് പാർക്കാൻ ഒരു 5 നില കെട്ടിടം പണിതില്ല. എന്തിലാണ് താമസിച്ചത്? കൂടാരം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അബ്രഹാം, അപ്പോൾ നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് പോകണം. അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി നോക്കി പാർത്തു, കാത്തിരുന്നു. അദ്ദേഹത്തിന് അറിയാമായിരുന്നു വേണമെങ്കിൽ മഹാധനികനായതുകൊണ്ട് ഒരു സ്ഥലം മേടിച്ച് ഒരു കെട്ടിടമൊക്കെ പണിത്. അങ്ങനെ പറ്റുകയില്ല, കാരണം നീ ഒരു യാത്രക്കാരനാണ്. യാത്രക്കാരനായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് സ്ഥിരവാസമില്ല. അപ്പം ഈ ഷെഡ് എന്തിനെയാണ് കാണിക്കുന്നത്? കൂടാരം എന്തിനെയാണ് കാണിക്കുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ അധികം കാണുന്നില്ല. എങ്കിലും പണ്ട് കാലത്ത് ഈ റോഡ് കുഴിക്കാനൊക്കെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് പുതിയ മെഷീനറിയൊക്കെ വന്നതുകൊണ്ട് അവരെല്ലാം ഈ പണി കഴിയുമ്പോൾ ഒരു ടെൻ്റ് അങ്ങോട്ട് കെട്ടും, അതിനൊരു അടി കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ പട്ടാളക്കാരൊക്കെ എവിടെ കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി, ടെൻറ്റിലാണ്. ഇറ്റ്സ് നോട്ട് പെർമനൻറ്റ്, ഇറ്റ്സ് ഓൺലി ടെമ്പററി ആൻഡ് യു ഡു നോട്ട് നോ വെൻ യു ആർ ഗോയിങ് ടു ടേക്ക് ഇറ്റ് ഓഫ്. അത് മാത്രമല്ല, അതിനകത്ത് ഫ്രീഡം വളരെ കുറവാണ്. നമുക്ക് അവിടെ 2 ബെഡ്റൂമും 4 ബാത്റൂമും ഒരു കിച്ചനും ഒക്കെ ടെൻറ്റിനകത്തുണ്ടോ? അതൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇറ്റ് ഈസ് ടച്ചിങ്. നിങ്ങളുടെ ദേഹത്ത് തന്നെ അവിടെ എവിടെയൊക്കെ തൊടും, എഴുന്നേറ്റ് നിൽക്കാനോ നോക്കുകയല്ല. അപ്പോൾ ജസ്റ്റ് ലിവിങ് എന്നായി പറഞ്ഞത്. നമ്മളിവിടെ അങ്ങ് ഇവിടുത്തെ കാരല്ല, ഇവിടെ അങ്ങ് ജീവിച്ച് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. താൽക്കാലികമായിട്ട് ഇവിടെ ഒരു കൂടാരം അടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലേ? ഏറെയായാൽ 70, ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ 80, അത് കഴിയുമ്പോൾ പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതൊന്നുമില്ല. അതുകൊണ്ട് അബ്രഹാമിൻ്റെ ഈ ലോക ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു നല്ല പിക്ചറാണ് കൂടാരം. പക്ഷെ അദ്ദേഹം പണിതൊരു സാധനമുണ്ട്. എന്താ പണിതത്? പോയിടത്തൊക്കെ എന്ത് പണിതു? യാഗപീഠം. എന്താ അതിൻ്റെ അർത്ഥം? എന്തിനാണ് യാഗപീഠം പണിതത്? ദൈവത്തെ ആരാധിക്കണം, ദൈവവുമായിട്ട് ഒരു ബന്ധം വേണം. അപ്പോൾ ദൈവത്തിനായിട്ട് യാഗപീഠം, തനിക്കായിട്ട് കൂടാരം, നിരന്തര യാത്ര. ഇതാണ് എനിക്ക് നിങ്ങളോട് അബ്രഹാമിനെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചതും അനുഗ്രഹിച്ചതും മകനെ കൊടുക്കാമെന്ന് പറഞ്ഞതും വിശ്വാസത്തിൻ്റെ തലങ്ങളും അതുപോലെ തന്നെ മകനെ കൊടുത്തതും പരീക്ഷിച്ചതും ജയിച്ചതും ഇല്ലേ, പിന്നെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയതും അതെല്ലാം ഞാനങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ബൈബിൾ സർവേ അല്ലാതായി പോകും. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കട്ടെ. എന്തൊക്കെയാണ് അബ്രഹാമിൽ നമ്മൾ പഠിക്കുന്നത്? 1 യാഗപീഠം, 2 കൂടാരം, 3 യാത്ര. 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായി യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. അവൻ അവിടെ നിന്നും ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. 13:18 വായിക്കാം. 13:18. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി
ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അപ്പോൾ കണ്ടോ, അവിടെ അവൻ കൂടാരം നീക്കി, എളുപ്പമുണ്ട്, കൂടാരം നീക്കി അടുത്ത സ്ഥലത്ത് വന്ന് താമസിച്ചു. എന്നിട്ട് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അനന്തരം അബ്രഹാം അവിടെ നിന്നും തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. കാദേശിനും സൂര്യനും മധ്യേ കുടിയിരുന്നു. ഗഗാരിൽ പരദേശിയായി പാർത്തു. കുടിയിരുന്നു എന്ന് പറഞ്ഞാൽ കുടിൽ കെട്ടി താമസിച്ചു എന്ന് തന്നെ വിചാരിച്ചോളൂ. യാത്ര ചെയ്തു, കൂടാരത്തിൽ താമസിച്ചു, പരദേശിയായിരുന്നു, യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. നിങ്ങളിതിങ്ങനെ വായിച്ചു പോകുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ 3 കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പം ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇനി അത് ശ്രദ്ധിക്കുക. അബ്രഹാം എന്തൊക്കെ ചെയ്തു? യാഗപീഠം പണിതു, കൂടാരം കെട്ടി, യാത്ര ചെയ്തു. യാഗപീഠം പണിതത് ദൈവത്തെ ആരാധിക്കാൻ, കൂടാരം കെട്ടിയത് തനിക്ക് പാർക്കാൻ, യാത്ര ചെയ്തത് ലക്ഷ്യത്തിലെത്താൻ. കാരണം ദൈവം വിളിച്ചത് ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു. സോ ക്രിസ്ത്യൻ ലൈഫ് ഈസ് ലൈക്ക് ദിസ്. നമ്മുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദൈവം നമ്മെ ഒരു ഉന്നത വിളി കൊണ്ട് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് കീപ് ഗോയിങ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. ചെല്ലുന്നിടത്തൊക്കെ ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കണം. നമുക്ക് താമസിക്കാനായിട്ട് നമ്മുടെ കാര്യങ്ങൾ ശരിയാക്കുക അല്ല പ്രധാനപ്പെട്ടത്. നമുക്ക് താമസിക്കാൻ ഒരു ചെറിയ ടെൻറ്റ് മാത്രം മതി, ഒരു കൂടാരം മാത്രം മതി. ആ കൂടാരം എത്ര ദിവസം അവിടെ ഇരിക്കുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, ദൈവം തന്നെ ഈ ഭൂമിയിൽ താമസിക്കാനായിട്ട് ആദ്യം തീരുമാനിച്ചപ്പോൾ ഒരു കെട്ടിടം പണിയുകയാണോ ചെയ്തത്, ടെൻ്റ് അടിക്കുകയാണോ ചെയ്തത്? ആ ടെൻറ്റിൻ്റെ പേരാണ് സമാഗമന കൂടാരം. അപ്പോൾ ദൈവം കൂടാരത്തിലാണ് വസിക്കാൻ താല്പര്യപ്പെട്ടതെങ്കിൽ നമ്മളോടും പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ ഒരു കൂടാരം മതി, അത് കൂടുതലൊന്നും ആവശ്യം. അതുകൊണ്ട് ഇപ്പോൾ ഒത്തിരി പള്ളിക്കാർ ടാബർനാക്കിൾ ചർച്ച് എന്നൊക്കെ പേരിടാറുണ്ട് കേട്ടോ. ടാബർനാക്കിൾ ആണോന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. നമുക്ക് യാഗപീഠം, ഈ 3 വാക്കുകൾ നിങ്ങൾ മറക്കുകയല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. യാഗപീഠം, കൂടാരം, യാത്ര. ദൈവത്തെ ആരാധിക്കാൻ യാഗപീഠം, എനിക്ക് താമസിക്കാൻ കൂടാരം, എനിക്ക് ദൈവത്തിൻ്റെ ഒരു വിളിയുള്ളതുകൊണ്ട്, ഒരു ദർശനമുള്ളതുകൊണ്ട് നിരന്തര യാത്ര. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ പഠിച്ച അബ്രഹാമിൻ്റെ ഉദാത്തമായ ജീവിതത്തിനായി, നോഹയ്ക്കായി, ഹാനോക്കിനായി, ഹാബേലിനായി ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ആ ജീവിതങ്ങളൊക്കെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഉന്നതമായിട്ടുള്ള ആത്മീയ ദർശനത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. നീ ഞങ്ങളൊരു ഉന്നത വിളി കൊണ്ട് വിളിച്ചതുകൊണ്ട് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ, കർത്താവ് നോഹ ദൈവത്തോടു കൂടെ നടന്നതുപോലെ, അബ്രഹാം ദൈവത്തോടു കൂടെ നടന്നതുപോലെ ഞങ്ങൾക്കും കർത്താവ് നിന്നോടുകൂടെ നടക്കുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ട്. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ്, ഞങ്ങൾക്ക് നിൻ്റെ കൂടെ നടക്കുവാൻ, ഹാബേൽ നിന്നെ ആരാധിച്ചതുപോലെ നിന്നെ ആരാധിക്കുവാൻ, നോഹ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ കർത്താവ് രക്ഷപ്പെടുവാൻ, അബ്രഹാമിനെ പോലെ കൂടാരത്തിൽ പാർക്കുവാൻ, യാഗപീഠം പണിയുവാൻ, നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാനൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. ഞങ്ങളെ അതിനായി തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ആമേൻ.